ദൈവത്തിന്റെ പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്ന് പ്രഭാത ആരാധനയിലേക്ക് എല്ലാവരെയും സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുന്നു. പ്രാർത്ഥിച്ച് നമ്മുടെ ആരാധനയ്ക്കായിട്ട് നമുക്ക് ഒരുങ്ങാം, പ്രാർത്ഥിക്കാം. മഹാപരിശുദ്ധ നിത്യനുമായി ഞങ്ങൾ വാഴ്ത്തപ്പെട്ട ദൈവമേ, സ്വർഗീയ നല്ല കർത്താവേ, ഈ നല്ല ദിവസത്തിന്റെ പ്രഭാതത്തിനായിട്ട് നന്ദിയോടെ ഞങ്ങൾ അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളായിരിക്കുന്ന ഇടങ്ങളിൽ നിന്ന് അങ്ങേ ആരാധിപ്പാൻ ഒരുങ്ങുമ്പോൾ കർത്താവിന് ഹൃദയങ്ങൾ അവിടുത്തെ സന്നിധി ഏകാഗ്രമാക്കപ്പെടുമ്പോൾ ഞങ്ങൾ കണ്ണുകൾ നിന്റെ തിരുമുഖത്തേക്ക് ഉയർത്തുമ്പോൾ കർത്താവ് നിന്റെ കരുണയും നിന്റെ അനുഗ്രഹങ്ങളും ഞങ്ങളുടെ മേൽ അവിടുന്ന് പകരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ നാളുകളിൽ കർത്താവ് വിവിധങ്ങളായ വഴികളിലൂടെ നീ ഞങ്ങൾക്ക് നൽകുന്ന ആത്മീയവും ഭൗതികവുമായ അനുഗ്രഹങ്ങൾക്കായിട്ട് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. വേദനകളുടെയും പ്രതിസന്ധികളുടെയും മധ്യേ തളരാതെ പതറാതെ ഇതിനുള്ള വിശ്വാസത്തിൽ കർത്താവിന്റെ മുഖത്തേക്ക് നോക്കി നീ ഞങ്ങൾ നൽകിയിരിക്കുന്ന വിശ്വാസയാത്ര മുൻപോട്ട് കൊണ്ടുപോകുവാൻ ഞങ്ങളെ സഹായിക്കുന്നതിനാൽ ഞങ്ങൾ അങ്ങേക്ക് നന്ദി കരയറ്റുന്നു. കർത്താവ് ഇന്ന് പ്രഭാതത്തിൽ ആരാധനയ്ക്കായി ഞങ്ങൾ വിവിധ ഇടങ്ങളിൽ ഒരേ മനസ്സോടെ ഒരുമിച്ച് ചേരുമ്പോൾ ദൈവമായ കർത്താവെ, ഞങ്ങൾ ആരാധിക്കുന്ന ഇടങ്ങളിൽ അനുഗ്രഹിക്കപ്പെടുവാൻ അവിടുന്ന് സഹായിക്കണമേ. കർത്താവ്, ഞങ്ങളുടെ ഭവന ആരാധനയിൽ അവിടുത്തെ സാന്നിധ്യം ഉണ്ടായിരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ആരാധന, ഞങ്ങളുടെ സ്തുതി സ്തോത്രയാഗങ്ങൾ ഞങ്ങളുടെയും കർത്താവ് ഞങ്ങളായിരിക്കുന്ന ഇടങ്ങളുടെയും അനുഗ്രഹത്തിന് മുഖാന്തരമാക്കണമേ. നിന്റെ സാന്നിധ്യത്താൽ ഞങ്ങളെ നിറയ്ക്കണം, ശക്തീകരിക്കണം. യേശുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. ഏതോ നീ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കുമാറാകണമേ. ആമേൻ. കർത്താവിന്റെ നാമത്തിന്റെ സ്തുതിക്കും മഹത്വത്തിനുമായ ക്രിസ്തീയ ഗീതങ്ങളിൽ 207 ഗീതം നമുക്ക് ചേർന്ന് പാടാം. ലിറിക്സ് 207. നമുക്ക് ദൈവത്തെ ആരാധിക്കാം. ദൈവമാത്മാവാകുന്നു അവൻ. അവനെ നമസ്കരിക്കുന്നവർ ആത്മാവിലും സത്യത്തിലും നമസ്കരിക്കണം. നമ്മുടെ പിതാവായ ദൈവത്തിങ്കിൽ നിന്നും കർത്താവായ യേശുക്രിസ്തുവിൽ നിന്നും നിങ്ങൾക്ക് കൃപയും സമാധാനവും ഉണ്ടാകട്ടെ. ഇത് യഹോവയുണ്ടാക്കിയ ദിവസം, ഇന്ന് നാം സന്തോഷിച്ച് ആനന്ദിക്കാം. കർത്താവേ, ഞങ്ങളുടെ അതരങ്ങളെ തുറക്കണമേ. എന്റെ സ്തുതിയെ വർണ്ണിക്കും. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും മഹത്വമുണ്ടാകട്ടെ. പ്രകാരം തന്നെ. ആമേൻ. തൃത്വത്തിന് സ്തുതി. സൈനികരുടെ ദൈവമായ കർത്താവ് പരിശുദ്ധൻ, പരിശുദ്ധൻ, പരിശുദ്ധൻ. ആകാശവും ഭൂമിയും നിന്റെ മഹത്വം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. മഹോന്നതനായ കർത്താവേ, നിനക്ക് മഹത്വമുണ്ടാകട്ടെ. ദൈവമേ, നീ പരിശുദ്ധനാകുന്നു. ദൈവമേ, നീ പരിശുദ്ധനാകുന്നു. സർവശക്തനേ, നീ പരിശുദ്ധനാകുന്നു. സർവശക്തനേ, നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനേ, നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനേ, നീ പരിശുദ്ധനാകുന്നു.
പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ട ഞങ്ങളുടെ വീണ്ടെടുപ്പുകാരനായ കർത്താവേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ട ഞങ്ങളുടെ വീണ്ടെടുപ്പുകാരനായ കർത്താവേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. പരിശുദ്ധാത്മാവായ കർത്താവേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. പരിശുദ്ധാത്മാവായ കർത്താവേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥനകളും സ്തോത്രങ്ങളും കൈക്കൊണ്ട് ഞങ്ങളോട് കരുണ ചെയ്യണമേ. കർത്താവേ, നീ ഞങ്ങളോട് കരുണ ചെയ്യണമേ. സർവശക്തനായ ദൈവമേ, ഞങ്ങളുടെ സ്വർഗസ്ഥ പിതാവേ, ഞങ്ങളുടെ ഹൃദയങ്ങൾ സമാധാനവും സ്വസ്ഥതയും കണ്ടെത്തുന്നത് നിന്നിൽ നിന്ന് മാത്രമാകുന്നുവല്ലോ. ഈ ആരാധനയുടെ സമയത്ത് നീ നിന്നെ തന്നെ ഞങ്ങൾക്ക് വെളിപ്പെടുത്തി തരണമേ. നിന്റെ ആത്മീയവരങ്ങളെ ഞങ്ങളുടെ മേൽ പകരണമേ. ഈ വിശുദ്ധമായ ശാന്തസമയം ദൈവിക കാര്യങ്ങൾ ഞങ്ങൾക്ക് പ്രയോജനമായി തീരുവാനും നീ ഞങ്ങൾക്ക് ചെയ്യുവാൻ തന്നിരിക്കുന്ന വേലയെ തികയ്ക്കേണ്ടതിന് ഞങ്ങളെ പുതുക്കി ശക്തീകരിക്കുവാനും ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തു മൂലം കൃപ ചെയ്യണമേ. പാപസ്വീകാരം. നമുക്ക് പാപമില്ല എന്ന് നാം പറയുന്നുവെങ്കിൽ നമ്മെ തന്നെ വഞ്ചിക്കുന്നു. സത്യം നമ്മിലില്ലാതെയായി നമ്മുടെ പാപങ്ങളെ ഏറ്റുപറയുന്നുവെങ്കിൽ അവൻ നമ്മോട് പാപങ്ങളെ ക്ഷമിച്ച് സകല അനീതിയും പോക്കി നമ്മെ ശുദ്ധീകരിപ്പാൻ തക്കവണ്ണം വിശ്വസ്തനും നീതിമാനുമാകുന്നു. ഞാൻ എഴുന്നേറ്റ് അപ്പന്റെ അടുക്കൽ ചെന്ന് അവനോട്, അപ്പാ, ഞാൻ സ്വർഗത്തോടും നിന്നോടും പാപം ചെയ്തിരിക്കുന്നു. ഇനി നിന്റെ മകൻ എന്ന പേരിന് ഞാൻ യോഗ്യനല്ല എന്ന് പറയും. ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു. മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിപ്പിൻ. നമുക്കുള്ള മഹാപുരോഹിതൻ നമ്മുടെ ബലഹീനതകളിൽ സഹതാപം കാണിപ്പാൻ കഴിയാത്തവനല്ല. പാവമൊഴികെ സർവത്തിലും നമുക്ക് തുല്യമായി പരീക്ഷിക്കപ്പെട്ടവനത്രേ നമുക്കുള്ളത്. നമുക്ക് മൗനമായി നമ്മെ തന്നെ ശോധന ചെയ്യാം. നമുക്ക് നമ്മുടെ പാപങ്ങളെ സർവശക്തനായ ദൈവത്തോട് വിനയമായി ഏറ്റുപറയാം. സർവശക്തി മഹാകരുണയുള്ള പിതാവേ, ഞങ്ങളുടെ ആളുകളെ കൂടുതൽ തെറ്റിച്ച് ജീവിക്കുന്നു. ഞങ്ങളുടെ സ്വന്തം ഹൃദയങ്ങളെ, വിചാരങ്ങളെയും ഓർമ്മകളെയും ഞങ്ങൾ ഏറ്റുമത്സരിക്കുന്നു. ഞങ്ങളുടെ രജിസ്റ്ററുകളെ ലംഘിച്ചിരിക്കുന്നു. ഞങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങളെ ചെയ്യാവുന്ന ചെറുതാത്ത കാര്യങ്ങളെ ചെയ്തിരിക്കുന്നു. ഞങ്ങളിൽ സൗഖ്യമില്ല. അക്ഷന്മാരായ കുറ്റക്കാരായ ഞങ്ങളോട് ക്ഷമിക്കണം. ദൈവമേ, ഞങ്ങളുടെ വേളയിലേക്ക് പറഞ്ഞു ക്ഷമിക്കണം. ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തു മൂലം നീ അനുദപിക്കുന്നവരെ വീണ്ടും കേൾക്കണം. ആകെയുള്ള പിതാവേ, നിന്റെ പരിശുദ്ധനാമത്തിനായിട്ട് ഞങ്ങളെ ക്രിസ്തു നിമിത്തം ആമേൻ. സർവശക്തനും മഹാകരുണയുമുള്ളവനായ കർത്താവ്, പാപങ്ങളുടെ മോചനവും മാപ്പും ജീവിതം ക്രമപ്പെടുത്തുന്നതിനുള്ള അവസരവും പരിശുദ്ധാത്മാവിന്റെ കൃപയും ആശ്വാസവും നമുക്ക് നൽകുമാറാകട്ടെ. ഇപ്പോൾ നമുക്ക് ഇന്നത്തേക്ക് നിശ്ചയിച്ചിരിക്കുന്ന വേദഭാഗങ്ങൾ വായിച്ചു കേൾക്കാം. ഇന്ന് കാലത്തേക്കായി നിശ്ചയിച്ചിരിക്കുന്ന ഒന്നാം വേദപാഠം പുറപ്പാട് പുസ്തകം 14 അധ്യായം 10 മുതൽ 20 വരെ. ബുക്ക് ഓഫ് എക്സഡസ് ചാപ്റ്റർ 14 വേഴ്സസ് 10 to 20. ഫറവോൻ അടുത്തു വരുമ്പോൾ ഇസ്രായേൽ മക്കൾ തല ഉയർത്തി മിസ്രൈമ്യർ പിന്നാലെ വരുന്നത് കണ്ട് ഏറ്റവും ഭയപ്പെട്ടു. ഇസ്രായേൽ മക്കൾ യഹോവയോട് നിലവിളിച്ചു. അവർ മോശയോട്, മിസ്രൈമിൽ ശവക്കുഴിയില്ലാഞ്ഞിട്ടോ നീ ഞങ്ങളെ മരുഭൂമിയിൽ മരിപ്പാൻ കൂട്ടിക്കൊണ്ടുവന്നത്? നീ ഞങ്ങളെ മിസ്രൈമിൽ നിന്ന് പുറപ്പെടുവിച്ചതിനാൽ ഞങ്ങളോട് ഈ ചെയ്തതെന്ത്? മിസ്രൈമ്യർക്ക് വേല ചെയ്യുവാൻ ഞങ്ങളെ വിടണം എന്ന് ഞങ്ങൾ മിസ്രൈമിൽ വെച്ച് നിന്നോട് പറഞ്ഞില്ലയോ? മരുഭൂമിയിൽ മരിക്കുന്നതിനേക്കാൾ മിസ്രൈമ്യർക്ക് വേല ചെയ്യുന്നതായിരുന്നു ഞങ്ങൾക്ക് നല്ലതെന്ന് പറഞ്ഞു. അതിൽ മോശ ജനത്തോട്, ഭയപ്പെടേണ്ട, ഉറച്ചു നിൽപ്പൻ. യഹോവ എന്ന് നിങ്ങൾക്ക് ചെയ്യുവാനിരിക്കുന്ന രക്ഷ കണ്ടുകൊള്ളുവൻ. നിങ്ങൾ ഇന്ന് കണ്ടിട്ടുള്ള മിസ്രൈമ്യരെ ഇനി ഒരു നാളും കാണുകയില്ല. യഹോവ നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യും. നിങ്ങൾ മിണ്ടാതിരിപ്പൻ എന്ന് പറഞ്ഞു. അപ്പോൾ യഹോവ മോശയോട് അരുളി ചെയ്തത്, നീ എന്നോട് നിലവിളിക്കുന്നതെന്ത്? മുമ്പോട്ട് പോകുവാൻ ഇസ്രായേൽ മക്കളോട് പറക. വടിയെടുത്ത് നിന്റെ കൈ കടലിന്മേൽ നീട്ടി അതിനെ വിഭാഗിക്കുക. ഇസ്രായേൽ മക്കൾ കടലിന്റെ നടുവെ ഉണങ്ങിയ നിലത്തുകൂടെ കടന്നു പോകും. എന്നാൽ ഞാൻ മിസ്രൈമ്യരുടെ ഹൃദയത്തെ കഠിനമാക്കും. അവർ ഇവരുടെ പിന്നാലെ ചെല്ലും. ഞാൻ ഫറവോനിലും അവന്റെ സകല സൈന്യത്തിലും അവന്റെ രഥങ്ങളിലും കുതിരപ്പടയിലും എന്നെ തന്നെ മഹത്വപ്പെടുത്തും. ഇങ്ങനെ ഞാൻ ഫറവോനിലും അവന്റെ രഥങ്ങളിലും കുതിരപ്പടയിലും എന്നെ തന്നെ മഹത്വപ്പെടുത്തുമ്പോൾ
ഞാൻ യഹോവ ആകുന്നു എന്ന് മിസ്രൈമ്യർ അറിയും. അനന്തരം ഇസ്രായേലിയരുടെ സൈന്യത്തിന് മുമ്പാകെ നടന്ന ദൈവദൂതൻ അവിടെ നിന്ന് മാറി അവരുടെ പിന്നാലെ നടന്നു. മേഘസ്തംഭവും അവരുടെ മുമ്പിൽ നിന്ന് മാറി പിമ്പിൽ പോയി നിന്നു. രാത്രി മുഴുവനും മിസ്രൈമ്യരുടെ സൈന്യവും ഇസ്രായേലിയുടെ സൈന്യവും തമ്മിൽ അടുക്കാതെ വണ്ണം അത് അവയുടെ മധ്യേ വന്നു. അവർക്ക് മേഘവും അന്ധകാരവും ആയിരുന്നു. ഇവർക്ക് രാത്രിയെ പ്രകാശമാക്കി കൊടുത്തു. ഇവിടെ 1-ാം പാഠം അവസാനിക്കുന്നു. ഇന്ന് കാലത്തേക്ക് നിശ്ചയിച്ചിരിക്കുന്ന സങ്കീർത്തനം 116, Psalm 116. യഹോവേ, എന്റെ പ്രാർത്ഥനയും യാചനകളും കേട്ടതുകൊണ്ട് ഞാൻ അവനെ സ്നേഹിക്കുന്നു. അവൻ തന്റെ ചെവി എങ്കിലേക്ക് ചായച്ചതുകൊണ്ട് ഞാൻ ജീവകാലമൊക്കെയും അവനെ വിളിച്ചപേക്ഷിക്കും. മരണപാശങ്ങൾ എന്നെ ചുറ്റി, പാതാള വേദനകൾ എന്നെ പിടിച്ചു. ഞാൻ കഷ്ടവും സങ്കടവും അനുഭവിച്ചു. അയ്യോ യഹോവേ, എന്റെ പ്രാണനെ രക്ഷിക്കണമേ എന്ന് ഞാൻ യഹോവയുടെ നാമം വിളിച്ചപേക്ഷിച്ചു. യഹോവ കൃപയും നീതിയുമുള്ളവൻ, നമ്മുടെ ദൈവം കരുണയുള്ളവൻ തന്നെ. യഹോവ അല്പബുദ്ധികളെ പാലിക്കുന്നു. ഞാൻ എളിമപ്പെട്ടു, അവൻ എന്നെ രക്ഷിച്ചു. ജന്മനമേ, നീ വീണ്ടും സ്വസ്ഥമായിരിക്കാം. യഹോവ നിനക്ക് ഉപകാരം ചെയ്തിരിക്കുന്നു. നീ എന്റെ പ്രാണനെ മരണത്തിൽ നിന്നും, നിന്റെ കണ്ണിനെ കണ്ണുനീരിൽ നിന്നും, നിന്റെ കാലിനെ വീഴ്ചയിൽ നിന്നും രക്ഷിച്ചിരിക്കുന്നു. ഞാൻ ജീവനുള്ളവരുടെ ദേശത്ത് യഹോവയുടെ മുൻപാകെ നടക്കും. ഞാൻ വലിയ കഷ്ടതയിലായി എന്ന് പറഞ്ഞപ്പോൾ ഞാൻ വിശ്വസിച്ചു. സകല മനുഷ്യരും ഭോഷ്ക് പറയുന്നു എന്ന് ഞാൻ എന്റെ പരിഭ്രമത്തിൽ പറഞ്ഞു. യഹോവ എനിക്ക് ചെയ്ത സകല ഉപകാരങ്ങൾക്കും ഞാൻ അവന് എന്ത് പകരം കൊടുക്കും? ഞാൻ രക്ഷയുടെ പാനപാത്രം എടുത്ത് യഹോവയുടെ നാമം വിളിച്ചപേക്ഷിക്കും. യഹോവയ്ക്ക് ഞാൻ എന്റെ നേർച്ചകളെ അവന്റെ സകല ജനവും കാണുകെ കഴിക്കും. തന്റെ ഭക്തന്മാരുടെ മരണം യഹോവയ്ക്ക് വിലയേറിയതാകുന്നു. യഹോവേ, ഞാൻ നിന്റെ ദാസനാകുന്നു, നിന്റെ ദാസനും നിന്റെ ദാസിയുടെ മകനും തന്നെ. നീ എന്റെ ബന്ധനങ്ങളെ അഴിച്ചിരിക്കുന്നു. ഞാൻ നിനക്ക് സ്തോത്രയാഗം കഴിച്ചു. യഹോവയുടെ നാമം വിളിച്ചപേക്ഷിക്കും. യഹോവയുടെ ആലയത്തിന്റെ പ്രാകാരങ്ങളിലും യെരൂശലേമേ നിന്റെ നടുവിലും ഞാൻ യഹോവയ്ക്ക് എന്റെ നേർച്ചകളെ അവന്റെ സകല ജനവും കാണുകെ കഴിക്കും. യഹോവയെ സ്തുതിപ്പീൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും മഹത്വം ഉണ്ടാകട്ടെ, ആദ്യെങ്കിലും എപ്പോഴും എന്നേക്കുമുള്ള പ്രകാരം തന്നെ. ആമേൻ. ഇന്നത്തേക്കായി നിശ്ചയിച്ചിരിക്കുന്ന 2-ാം പാഠം അപ്പോസ്തലന്മാരുടെ പ്രവൃത്തികൾ 16-ാം അധ്യായം 19 മുതൽ 34 വരെ എഴുതപ്പെട്ടിരിക്കുന്ന ദൈവവചനം കേൾപ്പിൻ. അപ്പോസ്തല പ്രവൃത്തികൾ 16-ാം അധ്യായം 19 മുതൽ. അവളുടെ യജമാനന്മാർ തങ്ങളുടെ ലാഭത്തിന്റെ ആശ പോയിപ്പോയത് കണ്ടിട്ട് പൗലോസിനെയും ശീലാസിനെയും പിടിച്ച് ചന്തസ്ഥലത്തിൽ പ്രമാണികളുടെ അടുക്കിലേക്ക് വലിച്ചു കൊണ്ടുപോയി അധിപതികളുടെ മുമ്പിൽ നിർത്തി. യഹൂദന്മാരായ ഈ മനുഷ്യർ നമ്മുടെ പട്ടണത്തെ കലക്കി റോമാക്കാരായ നമുക്ക് അംഗീകരിപ്പാനും അനുസരിപ്പാനും ന്യായമല്ലാത്ത ആചാരങ്ങളെ പ്രസംഗിക്കുന്നു എന്ന് പറഞ്ഞു. പുരുഷാരവും അവരുടെ നേരെയുള്ളവേ. അധിപതികൾ അവരുടെ വസ്ത്രം പറിച്ചുരിഞ്ഞ് കോൽ കൊണ്ട് അവരെ അടിപ്പാൻ കൽപ്പിച്ചു. അവരെ വളരെ അടുപ്പിച്ച ശേഷം തടവിലാക്കി കാരാഗൃഹ പ്രമാണിയോട് അവരെ സൂക്ഷ്മത്തോടെ കാപ്പാൻ കൽപ്പിച്ചു. അവൻ ഇങ്ങനെയുള്ള കൽപ്പന കിട്ടുകയാൽ അവരെ അകത്തെ തടവിലാക്കി അവരുടെ കാൽ ആമത്തിലിട്ട് പൂട്ടി. അർദ്ധരാത്രിക്ക് പൗലോസും ശീലാസും പ്രാർത്ഥിച്ചിട്ട് ദൈവത്തെ പാടി സ്തുതിച്ചു. തടവുകാർ ശ്രദ്ധിച്ചുകൊണ്ടിരുന്നു. പെട്ടെന്ന് വലിയൊരു ഭൂകമ്പം ഉണ്ടായി. കാരാഗൃഹത്തിന്റെ അടിസ്ഥാനം കുലുങ്ങി വാതിലൊക്കെയും തുറന്നുപോയി. എല്ലാവരുടെയും ചങ്ങല അഴിഞ്ഞു വീണു. കാരാഗൃഹ പ്രമാണി ഉറക്കമുണർന്ന് കാരാഗൃഹത്തിന്റെ വാതിലുകൾ തുറന്നിരിക്കുന്ന കണ്ടിട്ട് ചങ്ങലക്കാർ ഓടിപ്പോയി കളഞ്ഞു എന്ന് ഊഹിച്ച് വാളൂരി തന്നെത്താൻ കൊല്ലുവാൻ ഭാവിച്ചു. അപ്പോൾ പൗലോസ്, നിനക്കൊരു ദോഷവും ചെയ്യരുത്, ഞങ്ങൾ എല്ലാവരും ഇവിടെ ഉണ്ടല്ലോ എന്ന് ഉറക്കെ വിളിച്ചു പറഞ്ഞു. അവൻ വെളിച്ചം ചോദിച്ച് അകത്തേക്ക് ചാടി വിറച്ചും കൊണ്ട് പൗലോസിന്റെയും ശീലാസിന്റെയും മുമ്പിൽ വീണു. അവരെ പുറത്തു കൊണ്ടുവന്നു. യജമാനന്മാരെ, രക്ഷ പ്രാപിപ്പാൻ ഞാൻ എന്ത് ചെയ്യണം എന്ന് ചോദിച്ചു. കർത്താവായ യേശുവിൽ വിശ്വസിക്കുക, എന്നാൽ നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും എന്ന് അവർ പറഞ്ഞു. പിന്നെ അവർ കർത്താവിന്റെ വചനം അവനോടും അവന്റെ വീട്ടിലുള്ള എല്ലാവരോടും പ്രസംഗിച്ചു. അവൻ രാത്രിയിൽ ആ നാഴികയിൽ തന്നെ അവരെ കൂട്ടിക്കൊണ്ടുപോയി അവരുടെ മുറിവുകളെ കഴുകി താനും തനിക്കുള്ളവരെല്ലാവരും താമസിയാതെ സ്നാനമേറ്റു. പിന്നെ അവരെ വീട്ടിൽ കൈക്കൊണ്ട് അവർക്ക് ഭക്ഷണം കൊടുത്തു. ദൈവത്തിൽ വിശ്വസിച്ചതിൽ വീടടക്കം ആനന്ദിച്ചു. ഇവിടെ 2-ാം പാഠം അവസാനിക്കുന്നു. വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 14-ാം അധ്യായത്തിൽ 1-ാം വാക്യം മുതൽ 7-ാം വാക്യം വരെയുള്ള ദൈവവചനങ്ങളെ കേൾപ്പിൻ. Gospel according to St. John, chapter 14, verses 1 to 7.
നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്. ദൈവത്തിൽ വിശ്വസിപ്പിൻ, എന്നിലും വിശ്വസിപ്പിൻ. എന്റെ പിതാവിന്റെ ഭവനത്തിൽ അനേകം വാസസ്ഥലങ്ങളുണ്ട്. ഇല്ലെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുമായിരുന്നു. ഞാൻ നിങ്ങൾക്ക് സ്ഥലം ഒരുക്കുവാൻ പോകുന്നു. ഞാൻ പോയി നിങ്ങൾക്ക് സ്ഥലം ഒരുക്കിയാൽ ഞാൻ ഇരിക്കുന്നിടത്ത് നിങ്ങളും ഇരിക്കേണ്ടതിന് പിന്നെയും വന്ന് നിങ്ങളെ എന്റെ അടുക്കൽ ചേർത്തുകൊള്ളും. ഞാൻ പോകുന്നിടത്തേക്കുള്ള വഴി നിങ്ങൾ അറിയുന്നു. തോമസ് അവനോട്, കർത്താവേ, നീ എവിടെ പോകുന്നു എന്ന് ഞങ്ങൾ അറിയുന്നില്ല, പിന്നെ വഴി എങ്ങനെ അറിയും എന്ന് പറഞ്ഞു. യേശു അവനോട്, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു. ഞാൻ മുഖാന്തരമല്ലാതെ ആരും പിതാവിന്റെ അടുക്കലെത്തുന്നില്ല. നിങ്ങൾ എന്നെ അറിഞ്ഞുവെങ്കിൽ എന്റെ പിതാവിനെയും അറിയുമായിരുന്നു. ഇന്നു മുതൽ നിങ്ങൾ അവനെ അറിയുന്നു, അവനെ കണ്ടുപിടിക്കുന്നു എന്ന് പറഞ്ഞു. നാം കേട്ടത് ക്രിസ്തുവിന്റെ ജീവൻ നൽകുന്ന സുവിശേഷം. ഉണ്ടായിരിക്കട്ടെ. ജ്ഞാനകീർത്തനങ്ങളിൽ 390 കീർത്തനം നമുക്ക് ചേർന്ന് പാടാം. ഹിം നമ്പർ 390. നമുക്ക് പ്രാർത്ഥിക്കാം. ഉയർത്തെഴുന്നേറ്റവനായ ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, കർത്താവേ, ഈ മനോഹര പ്രഭാതത്തിലും അങ്ങയുടെ സന്നിധിയിലേക്ക് ദൈവവചനവുമായി കടന്നു വരുവാൻ അങ്ങ് ഞങ്ങളെ ഓരോരുത്തരെയും ബലപ്പെടുത്തിയ വലിയ കൃപകൾക്കായി സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, പല ഭവനങ്ങളിൽ, പലയിടങ്ങളിൽ, പല സാഹചര്യങ്ങളിൽ ഇരുന്നുകൊണ്ട് ഞങ്ങൾ ദൈവവചനം കേൾക്കുകയും കർത്താവെ ഞങ്ങളുടെ ഹൃദയങ്ങളിലേക്ക് അത് പകരപ്പെടുകയും ചെയ്യുമ്പോൾ കർത്താവെ അങ്ങ് ഞങ്ങളുടെ ഹൃദയങ്ങളോട് സംവേദിക്കുമാറാകണമേ എന്ന് അപേക്ഷിക്കുന്നു. കർത്താവെ, ഉയർത്തെഴുന്നേറ്റവനായ അങ്ങയുടെ സാന്നിധ്യം ജീവിതത്തിൽ നിലനിർത്തിക്കൊണ്ട് അങ്ങയിലുള്ള വിശ്വാസത്തിൽ, അങ്ങയിലുള്ള മാർഗത്തിൽ നയിക്കപ്പെടുവാൻ ഞങ്ങളെ സഹായിക്കുമാറാകണമേ എന്ന് അപേക്ഷിക്കുന്നു. പ്രാർത്ഥനയും യാചനയും കേട്ടതിനാൽ സ്തോത്രം. യേശുവിന്റെ നാമത്തിൽ തന്നെ
ആമേൻ. ഉയർത്തെഴുന്നേറ്റവനായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ എല്ലാവർക്കും സ്നേഹവന്ദനം. വീണ്ടും പല സ്ഥലങ്ങളിലായിരുന്നു കൊണ്ട് ദൈവവചനം കേൾക്കുവാൻ ദൈവം നമ്മളെ ഓരോരുത്തരെയും ഇടിയാക്കുന്ന ആ വലിയ കൃപകൾക്കായി ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. കോവിഡ് കാലഘട്ടത്തിൽ ഞാനും നിങ്ങളുമൊക്കെ വീണ്ടും സങ്കീർണമായ സാഹചര്യങ്ങളിലൂടെ പ്രത്യേകിച്ച് ചെന്നൈ കടന്നു പോകുമ്പോൾ അതിൻ്റെയൊക്കെ നടുവിൽ ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ, ദൈവവചനം കേൾക്കുവാനും ഭവനങ്ങളൊക്കെയും ആരാധന ആലയങ്ങളാക്കി മാറ്റുവാൻ, ഒരുമിച്ചിരുന്ന് ലോകത്തിന് വേണ്ടി പ്രാർത്ഥിപ്പാനുമൊക്കെ ദൈവം നമ്മെ ഇടയാക്കുന്ന വിധങ്ങൾക്കായി ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഈ ലോക്ക്ഡൌൺ കാലഘട്ടം എത്രത്തോളം മുൻപോട്ട് പോകുമെന്ന് നമ്മൾക്ക് പറയുവാൻ സാധ്യമല്ല. പ്രത്യേകിച്ചും നമ്മുടെ കോയമ്പേട് തമിഴ്നാടിന്റെ വുഹാനായി മാറ്റപ്പെട്ടപ്പോൾ സെപ്റ്റംബർ വരെയെങ്കിലും ഇതിന്റെ അലയടികൾ ഉണ്ടാകുമെന്നൊക്കെ പലരും പറയുന്നു. എങ്കിലും അതിന്റെയൊക്കെ നടുവിലും ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ ദൈവം നമ്മെ ഇടയാക്കുന്ന വിധങ്ങൾക്കായി നാം ദൈവത്തിന് നന്ദി കരയറ്റാം. നാം എല്ലാവരും യാത്ര ചെയ്യുന്നവരാണ്. ഇപ്പോഴത്തെ ഈ പ്രത്യേക സാഹചര്യത്തിൽ യാത്രാ മാർഗങ്ങളിലൊക്കെയും നമ്മൾ ഒത്തിരി ബാരിക്കേഡുകൾ ഒക്കെ നമുക്ക് കാണാറുണ്ട്. പ്രത്യേകിച്ച് അയൽ സംസ്ഥാനങ്ങളിലേക്ക് പോകണമെങ്കിൽ യാത്രാ പാസ് ആവശ്യമാണ്. എൻട്രി പാസും എക്സിറ്റ് പാസും ഒക്കെ നമുക്ക് വേണം. ചില വഴികൾ ഒക്കെ സ്ഥലത്തേക്ക് അല്ലെങ്കിൽ ചില വഴികൾ ഒക്കെ അടഞ്ഞു കിടക്കുന്നതായ സാഹചര്യമാണ്. ഒരു സ്ഥലത്തേക്ക് പോകുവാൻ പല വഴികൾ ഉണ്ടെങ്കിലും ഒരു മാർഗം മാത്രമേ നമ്മൾക്ക് പലപ്പോഴും ഓപ്പൺ ആയി ഇരിക്കുകയുള്ളൂ. ഒരു വഴിയിൽ കൂടി മാത്രമേ ചെയ്യുവാൻ പറ്റുകയുള്ളൂ എന്ന് പറയുമ്പോൾ അത് ഒരു പക്ഷെങ്കിൽ ഒരു വെല്ലുവിളി തന്നെയാണ്. പല വഴികളുണ്ടെങ്കിലും പക്ഷേ ഒരു യുണീക്ക് വേയിലൂടെ സഞ്ചരിക്കുവാനുള്ളതായ ഒരു വെല്ലുവിളി, അതാണ് ഇന്ന് നമ്മളുടെ ചിന്താവിഷയമായിട്ട് നമുക്ക് ലഭിച്ചിരിക്കുന്നത്. ബിലീവിംഗ് ഇൻ ക്രൈസ്റ്റ് ദ വേ. ക്രിസ്തുവിൽ വിശ്വസിക്കുക ഏക മാർഗം. ക്രിസ്തുവിൽ വിശ്വസിക്കുക ഏക മാർഗം. ഈ ഒറ്റ വാക്കുകൾ പറയുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാം, there is no other way. Christ is the only way. മറ്റൊരു വഴിയുമില്ല, ക്രിസ്തു മാത്രമാണ് ഏക മാർഗം എന്ന് നമ്മളോട് പറയുന്ന ഒരു വാക്ക്. ഒരിക്കൽ ഒരു ഗുരു തന്റെ ശിഷ്യന്മാരെയും എല്ലാം വിളിച്ചുകൊണ്ട് ഒരു മലയുടെ മുകളിലേക്ക് കയറിപ്പോയി. ആ മലയുടെ മുകളിൽ ചെന്നതിന് ശേഷം ആ ഗുരു തന്റെ ഓരോ ശിഷ്യന്മാരോട് പറഞ്ഞു, നിങ്ങൾ എടുത്ത് താഴേക്ക് ചാടുക എന്ന് പറഞ്ഞു. അങ്ങനെ ഓരോരുത്തരായി ചാടുവാൻ ആരംഭിച്ചു. എല്ലാവരും താഴേക്ക് ഓരോരുത്തരായി ചാടി. ഒരുവൻ മാത്രം വന്നിട്ട് അവൻ ചാടുകയില്ല എന്ന് പറഞ്ഞു. അവനോട് നീ ചാട് എന്ന് ഗുരു പറഞ്ഞു. ഒരു 2-3 പ്രാവശ്യം അവനോട് ചാട് എന്ന് പറഞ്ഞിട്ട് അവൻ താഴേക്ക് ചാടിയില്ല. അവസാനം ഈ ഗുരു അവനെ പിടിച്ച് താഴേക്ക് തള്ളിയിട്ടു. ആ തള്ളിയിട്ട് താഴേക്ക് അവൻ ചെന്നപ്പോൾ, താഴേക്ക് നിലം പതിക്കാറായപ്പോഴാണ് അവന് മനസ്സിലായത് അവന് പറക്കുവാനുള്ളതായ കഴിവ് ഉണ്ടായിരുന്നു എന്ന് മനസ്സിലായി. പറക്കുവാനുള്ള ശക്തി അവനിൽ ഉണ്ടായിരുന്നു. പക്ഷെങ്കിൽ അതിലും ആ ഗുരുവിലും അവന് വിശ്വാസമില്ലായിരുന്നു. അപ്പോൾ ഗുരുവിൽ വിശ്വസിക്കുക എന്ന് മാത്രമായിരുന്നു അവൻ ചെയ്യേണ്ടിയിരുന്നത്. പക്ഷെങ്കിൽ അവന് അത് ചെയ്യുവാൻ സാധിച്ചില്ല. ഇവിടെ ഈ ചിന്താവിഷയം നമ്മോട് ഓർമ്മിപ്പിക്കുന്നത് there is no other way than Jesus. മറ്റൊരു വഴിയുമില്ല, ക്രിസ്തുവിൽ മാത്രം വിശ്വസിക്കുക എന്നുള്ളതാണ് നമ്മുടെ മാർഗം എന്ന് പറയുന്നത്. വിശ്വസിക്കുവാനുള്ളതായ ഏക കാരണമെന്ന് പറയുന്നത് ക്രിസ്തു നമുക്ക് നൽകുന്നതായ ഒരു ഉറപ്പാണ്. ഐ ആം ദ വേ, ട്രൂത്ത് ആൻഡ് ലൈഫ്. ഞാനാണ് വഴിയും സത്യവും ജീവനും, ഞാനാകുന്നു എന്ന് പറയുന്നതായ കർത്താവ്. അവനിൽ വിശ്വസിക്കുവാനുള്ളതായ ഏക കാരണം എന്ന് പറയുന്നത് അത് മാത്രമാണ് എന്ന് മനസ്സിലാക്കാം. ഒരു റോപ്പിൽ കയറുന്നവന് തന്റെ കയ്യിലുള്ള ഒരു വടിയിലും തന്റെ കാൽപാദങ്ങളിലുമാണ് വിശ്വാസം എന്നുള്ളത്. ക്രൈസ്തവർ എന്ന നിലയിൽ എന്റെയും നിങ്ങളുടെയും ഒക്കെ വിശ്വാസം എന്ന് പറയുന്നത് മറ്റ് മാർഗങ്ങളിലല്ല. ക്രൈസ്റ്റ് ഇസ് ദ ഓൺലി വേ. ക്രിസ്തു എന്നുള്ളതായ ഒരു മാർഗത്തിൽ മാത്രമാണ് എന്റെയും നിങ്ങളുടെയും ഒക്കെ വിശ്വാസം എന്ന് പറയുന്നത്. മക്കൾ പഠിക്കുമ്പോഴൊക്കെ മനസ്സിലാക്കുന്നുണ്ട്, റിലീജിയൻ ഇസ് ദ വേ ഓഫ് ലൈഫ്. അല്ലെ, മതമാണ് ഓരോരുത്തരുടെ ജീവിത സാഹചര്യചര്യകൾ എന്ന് പറയുന്നത്. എല്ലാ മതങ്ങളും നമ്മെ പഠിപ്പിക്കുന്നത് അല്ലെങ്കിൽ മനസ്സിലാക്കി നൽകുന്നത് എന്ന് പറയുന്നത് ദൈവത്തിലേക്കുള്ള വിവിധ മാർഗങ്ങളെ കുറിച്ചാണ് നമ്മളോട് പഠിപ്പിക്കുന്നത്. അപ്പോൾ ഇവിടെ ക്രിസ്തു മാർഗത്തിൽ സഞ്ചരിക്കുവാൻ
കാട്ടേണ്ടതായ ചില കാര്യങ്ങൾ മാത്രം പറയുവാൻ ഞാൻ ആഗ്രഹിക്കുക. ക്രിസ്തു മാർഗത്തിൽ സഞ്ചരിക്കുമ്പോൾ ചെയ്യേണ്ടതായ അല്ലെങ്കിൽ കാട്ടേണ്ടതായ ചില കാര്യങ്ങൾ മാത്രം പറയുവാൻ ആഗ്രഹിക്കുക. ഒന്നാമത്, ഡിമോൺസ്ട്രേറ്റ് ദ അപ്പിയറൻസ് ഓഫ് ക്രൈസ്റ്റ്. ക്രിസ്തുവിന്റെ ഭാവം പ്രകടമാക്കുവാൻ സാധിക്കണം. ക്രിസ്തുവിന്റെ ഭാവം പ്രകടമാക്കണം. യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായം 1 മുതൽ 14 വരെയുള്ള വാക്യങ്ങൾ ഇന്ന് നാം സുവിശേഷ വേദഭാഗമായി വായിച്ച് കേട്ടതാണ്. ശിഷ്യന്മാരുമൊത്തുള്ളതായ ക്രിസ്തുവിന്റെ ഒരു ഫെയർവെൽ സ്പീച്ചായിട്ടാണ് ഈ വേദഭാഗത്തെ കാണുന്നത്. ഇതിനും അതിന് തൊട്ടു മുമ്പുള്ള വേദഭാഗങ്ങളൊക്കെ വായിക്കുമ്പോൾ നാം മനസ്സിലാക്കുന്നത് അപ്രകാരമാണ്. എന്നാൽ ഈ 14-ാം അധ്യായം 1-ാം വാക്യം താഴേക്ക് വായിക്കുമ്പോൾ നാം മനസ്സിലാക്കുന്ന അവിടെ ഒരു അഷ്വറൻസ് ക്രിസ്തു അവിടെ നൽകുന്നുണ്ട്. 1-ാമത്തെ വാക്യം ഇപ്രകാരം പറയുന്നു: നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്, ദൈവത്തിൽ വിശ്വസിപ്പീൻ, എന്നിലും വിശ്വസിപ്പീൻ എന്ന് പറയുന്നു. നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്. വിശ്വാസത്തെ ഉറപ്പിക്കുന്നതായ ചില വാക്കുകൾ അവിടെ നൽകുകയാണ്. അപ്പോൾ ഓർക്കുക, തന്റെ ഫെയർവെൽ സ്പീച്ചായിട്ട് ഈ വേദഭാഗത്തെ കാണുമ്പോൾ സ്വന്തം മരണത്തെക്കുറിച്ച് അറിവുള്ളതായ ഒരു മനുഷ്യൻ മറ്റുള്ളവരെ ആശ്വസിപ്പിക്കുന്നതായി മാറുക, അല്ലെങ്കിൽ ആശ്വസിപ്പിക്കുന്ന വാക്കുകൾ പറയുന്നതായിട്ട് മാറുന്നു. സ്വന്തം മരണത്തെക്കുറിച്ച് അറിവുള്ളപ്പോൾ മറ്റുള്ളവരെ ആശ്വസിപ്പിക്കുന്ന ഒരു മനുഷ്യനായി ക്രിസ്തു അവിടെ മാറുന്നു എന്ന് കാണാം. തന്റെ മരണം പോലും തനിക്ക് വിഷയമല്ല, മറിച്ച് തന്റെ ചുറ്റുമുള്ളവരുടെ സങ്കടമാണ് തനിക്ക് മുഖ്യം എന്ന് പറയുന്ന മനുഷ്യൻ. തന്റെ ചുറ്റുമുള്ളവരുടെ സങ്കടമാണ് തനിക്ക് മുഖ്യം എന്ന് പറയുന്നതായ ഒരു മനുഷ്യൻ. അങ്ങനെ പറയുവാൻ അല്ലെങ്കിൽ അങ്ങനെ ആകുവാൻ ദൈവത്തിന് മാത്രമേ സാധിക്കുകയുള്ളൂ. ഇറ്റ്സ് ആൻ അപ്പിയറൻസ് ഓഫ് ഗോഡ്. ദൈവത്തിന്റെ ഒരു പ്രകട ഭാവമാണ് അത് എന്ന് മനസ്സിലാക്കണം. ഈ കാലഘട്ടത്തിൽ നമ്മിലും ഉണ്ടാകേണ്ടതായ ഒരു ഭാവമാണ് ക്രിസ്തു ഇവിടെ കാട്ടി നൽകുന്നത്. അവരന്റെ ഉള്ള് വേദനിക്കുമ്പോൾ, അവരന്റെ ഹൃദയം തകരുമ്പോൾ, അവരന്റെ മനസ്സ് വേദനിക്കുമ്പോൾ, ആ വേദനകളിൽ എന്റെ വലിയ വേദനകൾ ഒക്കെ ഇല്ലാതെയാകുന്ന, അലിഞ്ഞ് തീരുന്നതാകുന്ന, അലിഞ്ഞ് ഇല്ലാതെയാകുന്നതായ ഒരു ഭാവം ഉണ്ടാകണം എന്ന് ഓർമ്മിപ്പിക്കുന്നു. ഇപ്പോൾ ക്രിസ്തു പറയുന്നത് സ്വന്തം മരണം മുൻപിൽ കാണുമ്പോഴും അവൻ തന്റെ ശിഷ്യന്മാരോട് പറയുകയാണ്, ഒരിക്കലും നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്, എന്നിൽ മാത്രം വിശ്വസിക്കുവാൻ പറയുന്നതായ കാര്യം. മറ്റുള്ളവരുടെ വേദനകളിലേക്ക് ഇറങ്ങി ചെല്ലുമ്പോൾ, അവർക്ക് പ്രത്യാശ നൽകുമ്പോഴാണ് ക്രിസ്തുവിലുള്ള ഭാവം എന്നിലും നിങ്ങളിലുമൊക്കെ പ്രകടമായി തീരുന്നത് എന്ന് കാണുവാൻ സാധിക്കണം. If you believe in Christ, you should have to demonstrate the appearance of Christ. ക്രിസ്തുവിൽ നിങ്ങൾ വിശ്വസിക്കുന്നുവെങ്കിൽ അവന്റെ ഭാവം പ്രകടമാക്കുവാൻ നമുക്ക് സാധിക്കണം എന്ന് ഓർപ്പിക്കുന്നു. അവന്റെ ഭാവം പ്രകടമാക്കുവാൻ സാധിക്കണം എന്ന് ക്രിസ്തു നമ്മളോട് ഓർമ്മിപ്പിക്കുകയാണ്. അതുകൊണ്ട് അവരന്റെ വേദനകൾ കാണുമ്പോൾ അത് എന്റെ വേദനയെക്കാളും അപ്പുറമാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അവരെ ആശ്വസിപ്പിക്കുവാൻ നമ്മൾക്ക് സാധിക്കണം എന്ന് ക്രിസ്തു ഓർമ്മിപ്പിക്കുന്നു. രണ്ടാമത് ഈ വേദഭാഗം നമ്മളോട് പറയുന്നത് demonstrate the pragmatic discipleship. പ്രായോഗിക ശിഷ്യത്വം പ്രകടമാക്കുവാൻ നമ്മൾക്ക് സാധിക്കണം. യോഹന്നാന്റെ സുവിശേഷത്തിൽ കാണുന്ന ഒരു വ്യക്തിയാണ് തോമസ് എന്ന് പറയുന്നതായ ഈ ശിഷ്യൻ. 2 ആഴ്ചകൾക്ക് മുമ്പ് തോമസിനെ കുറിച്ച് നമ്മൾ ചിന്തിച്ചതാണ്. തോമസിനെ കുറിച്ച് നാം കേട്ടവരാണ്. ഇവിടെ തോമസിനെ കുറിച്ച് കാണുന്നത്, തോമസ് ഈസ് ആൻ എക്സാമ്പിൾ ഫോർ പ്രാഗ്മാറ്റിക് ഡിസൈപ്പിൾഷിപ്പ്. പ്രായോഗിക തലത്തിൽ ചിന്തിക്കുന്ന ധൈര്യശാലിയായ ഒരു മനുഷ്യനാണ് ഈ തോമസ് എന്ന് പറയുന്നതായ ഈ ശിഷ്യനെ നമ്മൾ കാണുന്നത്. അതുകൊണ്ടാണ് അവൻ ക്രിസ്തുവിനോട് ചോദിക്കുന്നത്, ലോർഡ്, വി ഡു നോട്ട് നോ വേർ യു ആർ ഗോയിങ്, ഹൗ ക്യാൻ വി നോ ദ വേ? നീ എവിടേക്ക് പോകുന്നുവെന്ന് ഞങ്ങൾ അറിയുന്നില്ല, പിന്നെ എങ്ങനെ വഴി അറിയും എന്ന് ചോദിക്കുന്ന തോമസ്. അന്നത്തെ കാലത്ത് ഗൂഗിൾ മാപ്പ് ഒന്നും ഇല്ലാതിരുന്നതായ ഒരു കാലത്ത് ഇതൊരു ന്യായമായ ഒരു ചോദ്യമാണെന്നുള്ളതിന് സംശയമൊന്നുമില്ല. തോമസ് ചോദിക്കുകയാണ്, ഈ വഴി ഞങ്ങൾ എങ്ങനെ അറിയും? ഈ വഴി ഞങ്ങൾ എങ്ങനെ അറിയും? നീ പോകുന്ന സ്ഥലം ഞങ്ങൾക്ക് അറിയത്തില്ല, അതുകൊണ്ട് നീ പോകുന്ന വഴി എങ്ങനെ ഞങ്ങൾക്ക് അറിയും എന്ന് ചോദിക്കുന്നതായ തോമസിനെ നാം ഇവിടെ കാണുന്നു. അതിന്റെ താഴേക്ക് വായിക്കുമ്പോൾ, ആ വേദഭാഗം താഴേക്ക് വായിക്കുമ്പോൾ നമുക്കറിയാം, ഈ ചോദ്യം ചോദിച്ച ഈ വ്യക്തിയോട് മാത്രമാണ് ക്രിസ്തു പറയുന്നത്, ഐ ആം ദ വേ, ദ ട്രൂത്ത് ആൻഡ് ദ ലൈഫ്. ഞാനാകുന്നു വഴിയും സത്യവും ജീവനും ഞാനാകുന്നു, എന്നിലൂടെ അല്ലാതെ ആരും പിതാവിന്റെ അടുക്കൽ വരികയില്ല എന്ന് പറയുന്നതായ വാക്യങ്ങൾ നാം താഴേക്ക് വരുമ്പോൾ കാണും. അപ്പോൾ അവന്റെ ജീവിതത്തിൽ
അവന് ക്രിസ്തുവിനോട് ചോദിക്കാനുള്ളതായ ചോദ്യം അവൻ ചോദിച്ചു. അപ്പോൾ അവന് മറുപടി അവിടെ ലഭിക്കുകയാണ്. മറ്റുള്ളവരെല്ലാവരും അവനോടൊപ്പം ഉണ്ടായിരുന്നു, മറ്റ് ശിഷ്യന്മാരുണ്ടായിരുന്നു, ബാക്കി 11 പേരും ക്രിസ്തുവിനോടൊപ്പം ഉണ്ടായിരുന്നു. പക്ഷെങ്കിൽ അവരാരും ഈ ചോദ്യം ചോദിച്ചില്ല. ഇവൻ മാത്രമാണ് ചോദിക്കുന്നത് എന്ന് കാണുവാൻ സാധിക്കും. അപ്പോൾ ചോദ്യം ചോദിച്ചവന് ക്രിസ്തു പറഞ്ഞു കൊടുക്കുന്നു, ഞാനാണ് വഴിയും സത്യവും ജീവനും എന്ന് പറഞ്ഞ്, അല്ലെങ്കിൽ ആ മറുപടി അവന് ലഭിക്കുന്നു. അപ്പോൾ സംശയമുള്ളവനും ചോദ്യം ചോദിക്കുന്നവനും ഒരിക്കലും മണ്ടന്മാരല്ല എന്ന് പറയുന്നു. ആ കൂട്ടത്തിൽ അവർ മാത്രമേ ചിന്തിക്കുന്നുള്ളൂ എന്നുള്ളതാണ് ഈ വേദഭാഗത്തിൽ നമ്മളോട് കാണിക്കുന്നത്. അപ്പോൾ ഈ ക്രിസ്തുവിനോടൊപ്പം സഞ്ചരിച്ചവരിൽ ഈ തോമസ് മാത്രമേ ഒരുപക്ഷെങ്കിൽ ക്രിസ്തു പറഞ്ഞ വാക്കുകൾ കേൾക്കുകയും അതിനെക്കുറിച്ച് ചിന്തിക്കുകയും ചെയ്തുള്ളൂ എന്ന് കാണുവാൻ സാധിക്കും. അപ്പോൾ താൻ കേൾക്കുന്ന കാര്യങ്ങൾ എങ്ങനെ സ്വീകരിക്കാൻ കഴിയും എന്ന് ചിന്തിക്കുന്നവന് മാത്രമേ ക്രിസ്തുവിന്റെ കാര്യങ്ങളെ ആ ക്രിസ്തു വെളിപ്പെടുത്തി നൽകുകയുള്ളൂ എന്ന് പറയുന്നു. അപ്പോൾ താൻ കേൾക്കുന്നതും താൻ കാണുന്നതുമായ കാര്യങ്ങൾ എങ്ങനെ തന്റെ പ്രായോഗിക ജീവിതത്തിൽ തനിക്ക് സ്വീകരിക്കുവാൻ സാധിക്കും എന്ന് ചിന്തിക്കുന്നവന് മാത്രമാണ് ക്രിസ്തു, അല്ലെങ്കിൽ ആ ഒരു വ്യക്തിക്ക് മാത്രമാണ് ക്രിസ്തു താൻ ആരാണെന്ന് യഥാർത്ഥമായി വെളിപ്പെടുത്തി നൽകുകയുള്ളൂ എന്ന് ഈ വേദഭാഗത്തിൽ നമുക്ക് മനസ്സിലാക്കാം. മറ്റെല്ലാവരും ഈ ക്രിസ്തു പറയുന്നത് ഇത് കേട്ടവരാണ്. പക്ഷെങ്കിൽ ഈ ചോദ്യം ചോദിച്ചത് ഈ തോമസ് മാത്രമായിരുന്നു. അവന് ക്രിസ്തു വ്യക്തമായി വെളിപ്പെടുത്തി നൽകുന്നു, ഞാനാണ് വഴിയും സത്യവും ജീവനും എന്നുള്ളത് വെളിപ്പെടുത്തുന്നു. അതുകൊണ്ട് ഞാൻ കേൾക്കുന്നതിനെ കുറിച്ച്, ഞാൻ വായിക്കുന്ന വേദഭാഗങ്ങളെ കുറിച്ച് യഥാർത്ഥ ബോധമുണ്ടെങ്കിൽ മാത്രമേ ആ ക്രിസ്തു അത് വെളിപ്പെടുത്തി നൽകുകയുള്ളൂ എന്ന് ഓർമ്മിപ്പിക്കുന്നു. ഇന്നും നമ്മുടെ ജീവിതത്തിന് ആവശ്യമായ ഒന്നാണിത് എന്ന് കാണാം. ക്രിസ്തു മാർഗം സ്വീകരിച്ചവർ എന്ന നിലയിൽ ആ മാർഗത്തിൽ നിൽക്കുന്നു എന്നുള്ളതായ ബോധ്യം നമ്മളിൽ ഉണ്ടാവേണ്ടത് ആവശ്യമാണ്. ക്രിസ്തു മാർഗം സ്വീകരിച്ചു എന്ന നിലയിൽ ആ മാർഗത്തിൽ നിൽക്കുന്നുവെങ്കിൽ ആ ബോധ്യം എന്നിലും നിങ്ങളിലും ഉണ്ടാവേണ്ടത് ആവശ്യമാണ്. ഞാൻ ഒരു ക്രൈസ്തവനാണ്, എനിക്ക് ക്രിസ്തുവിനോട് ഒന്നും ചോദിക്കാനില്ല, ആൾക്കൂട്ടത്തിൽ ഉണ്ട് എന്ന് പറയുമ്പോൾ ഞാൻ ക്രിസ്തുവിനോട് ഒപ്പം സഞ്ചരിക്കുന്നില്ല എന്നതിന്റെ തെളിവാണ് ഈ വേദഭാഗത്തിൽ ഞാൻ നിങ്ങളുമൊക്കെ കാണുന്നത്. ക്രിസ്തുവിനോടൊപ്പം സഞ്ചരിച്ചവർക്ക് മാത്രമേ ഈ വിശ്വാസ ജീവിതത്തിൽ ചോദ്യങ്ങൾ ഉണ്ടാവുകയുള്ളൂ. ഇവിടെ തോമസിന്റെ ചോദ്യത്തിന് മറുപടി ലഭിച്ചു എന്ന് കാണുവാൻ കഴിയും. ഈ മറുപടിയിൽ അവന്റെ വിശ്വാസം ഒരിക്കൽ കൂടി അപ്ഡേറ്റ് ചെയ്യപ്പെടുകയായിരുന്നു എന്ന് മനസ്സിലാക്കാം. തന്റെ മുൻപേ നടക്കുന്നതായ ക്രിസ്തു എന്നുള്ളതായ ഈ മനുഷ്യൻ തന്നെയാണ് യഥാർത്ഥ വഴിയെന്ന് അവന്റെ ജീവിതത്തിൽ അവൻ തിരിച്ചറിയുന്നു എന്ന് മനസ്സിലാക്കാം. ക്രിസ്തുവിനോടൊപ്പം സഞ്ചരിക്കുന്നത് കൊണ്ട്, അല്ലെങ്കിൽ ക്രിസ്തുവിനോടൊപ്പം സഞ്ചരിച്ചത് കൊണ്ടും അവന്റെ വാക്കുകൾക്കൊപ്പം സഞ്ചരിച്ചത് കൊണ്ടുമാണ് മുൻപും ഈ തോമസ് പറയുന്നത്, കം ഓൺ ലെറ്റ് us also go so we can die with you. വാ, നമുക്കും അവനോടൊപ്പം പോകാം, നമുക്കും അവനോടൊപ്പം മരിക്കാൻ പോകാം എന്ന് പറയുന്നതായ ഈ മനുഷ്യൻ, അവന്റെ വിശ്വാസം അത്രത്തോളം അപ്ഡേറ്റ് ചെയ്യപ്പെടുകയും ക്രിസ്തുവിനോടൊപ്പം അവൻ സഞ്ചരിച്ചവനായിരുന്നു എന്ന് മനസ്സിലാക്കുവാൻ നമുക്ക് സാധിക്കും. ഒരു കർത്താവിനോടൊപ്പം സഞ്ചരിച്ചവനായതുകൊണ്ട് മാത്രം അവന് അപ്രകാരം അവന് പറയുവാൻ സാധിച്ചു. അതുകൊണ്ട് ഓർക്കുക, പാരമ്പര്യം പറഞ്ഞതുകൊണ്ട് മാത്രം ഒരിക്കലും ഞാനും നിങ്ങളും ക്രിസ്തുവിന്റെ ശിഷ്യന്മാരായി മാറുകയില്ല എന്നുള്ളത് നമ്മുടെ ജീവിതത്തിൽ ഓർക്കേണ്ടത് ആവശ്യമാണ്. പാരമ്പര്യം ഒരിക്കലും ഒരുവനെ ക്രിസ്തു ശിഷ്യനാക്കി മാറ്റുകയില്ല എന്ന് മനസ്സിലാക്കുവാൻ സാധിക്കണം. അവനോടൊപ്പം സഞ്ചരിക്കുന്ന പ്രായോഗിക ശിഷ്യനായി മാറുമ്പോഴാണ് ക്രിസ്തു ആരാണെന്ന് നമ്മുടെ ജീവിതത്തിൽ അവൻ വെളിപ്പെടുത്തി നൽകുന്നത്. ആ തിരിച്ചറിയൽ നമ്മുടെ വിശ്വാസത്തെ വീണ്ടും പുനഃക്രമീകരിക്കുവാനും വിശ്വാസ ജീവിതത്തിൽ അവനോടൊപ്പം ഉറപ്പോടുകൂടി ആ മാർഗത്തിൽ നടക്കുവാനും നമ്മൾക്ക് സാധിക്കുമെന്നുള്ളതിന് സംശയമില്ല. അത് തർക്കമറ്റ കാര്യമാണ് എന്ന് മനസ്സിലാക്കുക. ഇഫ് യു ബിലീവ് ഇൻ ക്രൈസ്റ്റ്, you should have to demonstrate the pragmatic discipleship in life. ക്രിസ്തുവിനെ നിങ്ങൾ വിശ്വസിക്കുന്നുവെങ്കിൽ പ്രായോഗിക തലത്തിലുള്ള ശിഷ്യത്വ ജീവിതം നാം തെളിയിച്ചു കാണിക്കേണ്ടത്, പ്രകടമാക്കേണ്ടത് ആവശ്യമാണ് എന്ന് ഓർമ്മിപ്പിക്കുന്നു. മൂന്നാമതും അവസാനമായും ഡെമോൺസ്ട്രേറ്റ് ടെസ്റ്റിമണി ഇൻ അഡ്വേഴ്സിറ്റി. പ്രതികൂല അവസ്ഥയിൽ സാക്ഷ്യം പ്രകടിപ്പിക്കുവാൻ നമ്മൾക്ക് സാധിക്കണം. നാം ഇന്ന് വായിച്ചു കേട്ടതായ രണ്ടാമത്തെ വേദഭാഗത്തിൽ നാം വായിക്കുന്നുണ്ട്, അപ്പോസ്തല പ്രവൃത്തികൾ
16-ാം അധ്യായം അതിന്റെ 19 മുതൽ താഴേക്കുള്ള വാക്യങ്ങൾ നാം വായിക്കുമ്പോൾ അവിടെ സാഹചര്യം വളരെ പ്രതികൂലമാണ് എന്ന് മനസ്സിലായി. ഇല്ലാത്ത കുറ്റം ചുമത്തി ജയിലിൽ ആക്കപ്പെട്ടതായ പൗലൂസും ശീലാസും ഒരിക്കലും അവർ ആ തടവറയിൽ നിന്ന് രക്ഷപ്പെടരുത് എന്ന് കരുതിക്കൊണ്ട് അകത്തെ തടവിൽ അവരെ ആക്കിയിരിക്കുന്നതായ സാഹചര്യം. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തിലാണ് അവർ ആയിരിക്കുന്നത്. ഒരു പ്രതികൂലമായ ഒരു സാഹചര്യം ക്രിസ്തുവിൽ വിശ്വസിച്ച, ക്രിസ്തുവിന്റെ മാർഗത്തിൽ നടന്നവർക്ക് ഉണ്ടായതായ ഒരു പ്രതികൂലമായ ഒരു സാഹചര്യം. അവിടെയാണ് they are demonstrating their faith in adversity. പ്രതികൂലമായ സാഹചര്യത്തിൽ ക്രിസ്തുവിലുള്ള വിശ്വാസം അവരവിടെ തെളിയിച്ച് കാണിക്കുന്നു എന്ന് മനസ്സിലാക്കാം. ആ ഒരു സാഹചര്യത്തിൽ ഇരുന്ന് കരയുവാനല്ല, മറിച്ച് ആ പ്രതികൂല സാഹചര്യത്തിൽ ദൈവത്തെ പാടി മഹത്വപ്പെടുത്തുന്നതായ, ദൈവത്തിന്റെ കരുതൽ അവിടെ അനുഭവിക്കുന്നതായ ഈ രണ്ട് വ്യക്തികളെ നമ്മൾക്ക് അവിടെ കാണാം. ഭൂകമ്പം ഉണ്ടാകുന്നു, കാരാഗൃഹം തുറക്കപ്പെടുന്നതായ സാഹചര്യം ഉണ്ടാകുന്നു, രക്ഷപ്പെടുവാനുള്ളതായ സാഹചര്യം ഒക്കെ അവിടെ ഉണ്ടാകുന്നു. അവിടെ ഇവർ രക്ഷപ്പെട്ടുവെന്ന്, അല്ലെങ്കിൽ കാരാഗ്രഹത്തിലുള്ളവരെല്ലാം രക്ഷപ്പെട്ടുവെന്ന് കരുതിക്കൊണ്ട് ആ കാരാഗ്രഹവാണി തന്നെത്താനെ കൊല്ലുവാൻ ശ്രമിക്കുന്നതായ ഒരു സാഹചര്യവും നാം അവിടെ വായിക്കുന്നു. അവിടെ പറയുന്നു, നിനക്ക് ഒരു ദോഷവും ചെയ്യരുത് എന്ന് പറയുന്നതായ ക്രിസ്തുവിന്റെ രണ്ട് ശിഷ്യന്മാരെ നമ്മൾ അവിടെ കാണുന്നു. നിനക്ക് ഒരു ദോഷവും ചെയ്യരുത് എന്ന് പറയുന്നത് രണ്ട് ശിഷ്യന്മാർ. അവർക്ക് അവിടെ രക്ഷപ്പെടുവാനുള്ളതായ സാഹചര്യം ഉണ്ടായിരുന്നു. അടിസ്ഥാനങ്ങൾ കുലുങ്ങി, കാരാഗ്രഹങ്ങൾ തുറന്നു ലഭിച്ചു. അവർക്ക് അവിടെ നിന്ന് പുറത്തു പോകുവാനുള്ളതായ സാഹചര്യം അവരുടെ മുൻപിൽ ഉണ്ടായിരുന്നു. രക്ഷപ്പെടുവാനുള്ളതായ സാഹചര്യം ഉണ്ടായിരുന്നു. എങ്കിലും അവർ പറയുന്നത്, ഞങ്ങൾ കാരണം നിരപരാധിയായ ഒരു മനുഷ്യൻ കൊല്ലപ്പെടുവാൻ ഒരിക്കലും, അല്ലെങ്കിൽ ദുഃഖിക്കുവാൻ ഒരിക്കലും ഇടയാകരുത് എന്ന് പറയുന്നതായ സാഹചര്യം. മറ്റുള്ളവന്റെ വേദന സ്വന്തം വേദനയാക്കി മാറ്റിയ ക്രിസ്തുവിന്റെ ഭാവം അവരിൽ ഉള്ളതുകൊണ്ട് പൗലോസും ശീലാസും പറയുന്നു, നിനക്ക് ഒരു ദോഷവും നീ ചെയ്യരുത്, നിനക്ക് ഒരു ദോഷവും നീ ചെയ്യരുത് എന്ന് അവരോട് പറയുന്നതായ ഈ രണ്ട് ശിഷ്യന്മാർ, അവരുടെ ഒരു സെൽഫ്ലെസ് ആക്ഷൻ ഇൻ ദർ ലൈഫ് ആഡഡ് എ ഫാമിലി ഇൻ ടു ദ വേ ഓഫ് ക്രൈസ്റ്റ്. അവരുടെ സെൽഫ്ലെസ്സായുള്ള ഒരു പ്രവൃത്തി അവിടെ നാം കാണുന്നത് ഒരു കുടുംബത്തെ കൂടെ ഈ ക്രിസ്തുവിന്റെ മാർഗത്തിലേക്ക് സ്വീകരിക്കുവാനുള്ളതായ ഒരു സാഹചര്യത്തിലേക്ക് നയിക്കുന്നു. അവിടെ ചോദിക്കുന്നു, ഞങ്ങൾ രക്ഷ പ്രാപിക്കുവാൻ എന്ത് ചെയ്യണം എന്ന് ചോദിക്കുമ്പോൾ മറുപടി പറയുന്നുണ്ട്, കർത്താവായ യേശുവിൽ വിശ്വസിക്കുക, എന്നാൽ നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ആ വാക്കുകൾ കൊണ്ട് അവർ ആ ഒരു ഭവനം മുഴുവനും ക്രിസ്തുവിന്റെ ഈ രക്ഷയുടെ ഭാവത്തിലേക്ക് കടന്നു വരുന്നു എന്ന് മനസ്സിലാക്കാം. ഈ രണ്ട് ആളുകളുടെ ക്രിസ്തുവിലുള്ളതായ വിശ്വാസം, സാക്ഷ്യ ജീവിതം ഒരു ഭവനത്തെ കൂടി, ഒരു കൂട്ടം ആളുകളെ കൂടി ഈ ക്രിസ്തുവിന്റെ വിശ്വാസത്തിലേക്ക്, ക്രിസ്തു മാർഗത്തിലേക്ക് കൊണ്ടുവരുവാൻ ഇടയായി തീർന്നു എന്ന് മനസ്സിലാക്കുവാൻ നമുക്ക് സാധിക്കും. ഇഫ് യു ബിലീവ് ഇൻ ക്രൈസ്റ്റ്, ഡെമോൺസ്ട്രേറ്റ് ദ ടെസ്റ്റിമണി ഇൻ ലൈഫ്. ക്രിസ്തുവിൽ നിങ്ങൾ വിശ്വസിക്കുന്നുവെങ്കിൽ ആ സാക്ഷ്യം പ്രകടമാക്കുവാൻ നമുക്ക് സാധിക്കേണ്ടതാണ് എന്ന് ഈ വേദഭാഗം നമ്മളോട് ഓർമ്മിപ്പിക്കുകയാണ്. പ്രിയമുള്ളവരെ, വളരെ സങ്കീർണമായ ഒരു ലോക സാഹചര്യത്തിലൂടെ ഞാനും നിങ്ങളും കടന്നു പോകുന്നു. തന്റെ മരണവേദന മറച്ചുകൊണ്ട് അവരന് ആശ്വാസമാകുവാൻ നമ്മെ പഠിപ്പിച്ചതായ ക്രിസ്തു, തന്നോടൊപ്പം സഞ്ചരിച്ചാൽ മാത്രമേ താൻ എന്ന മാർഗത്തെ തിരിച്ചറിയുവാൻ സാധിക്കൂ എന്ന് പഠിപ്പിച്ചതായ ക്രിസ്തു, നമ്മുടെ ജീവിതം കൊണ്ടും സാക്ഷ്യം കൊണ്ടും ക്രിസ്തുമാർഗം ലോകത്തിന് കാട്ടിക്കൊടുക്കുവാൻ സാധിക്കും എന്ന് നമ്മളോട് ആഹ്വാനം ചെയ്തതായ ക്രിസ്തു ഇന്നും നമ്മളോട് പറയുകയാണ്, എന്നിൽ വിശ്വസിക്കുന്നുവെങ്കിൽ മറ്റുള്ളവരുടെ വേദന കാണുവാനും അവനോടൊപ്പം, ക്രിസ്തുവിനോടൊപ്പം സഞ്ചരിച്ച് ക്രിസ്തു മാർഗത്തെ തിരിച്ചറിഞ്ഞ് ലോകത്തിൽ അനേകർക്ക് ക്രിസ്തു മാർഗത്തെ പ്രകടമാക്കുവാൻ നമ്മുടെ ജീവിതം കൊണ്ട് സാധിക്കും എന്ന് നമ്മളോട് ഓർമ്മിപ്പിക്കുകയാണ്. നമ്മുടെ മുൻപോട്ടുള്ള ജീവിത യാത്രയിൽ ഈ കാലയളവിലൊക്കെ നാം ഈ വചനം കേൾക്കുമ്പോൾ യഥാർത്ഥ ക്രിസ്തുവിന്റെ ശിഷ്യരായി നിന്നുകൊണ്ട് ക്രിസ്തു മാത്രമാണ് യഥാർത്ഥ മാർഗം എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് അവനുള്ള വിശ്വാസത്തിൽ നിലനിൽക്കുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് മുഖാന്തരം
നമ്മെ ഓരോരുത്തരെയും സഹായിക്കുമാറാകട്ടെ. ഇപ്പോൾ പിതാവായ ദൈവത്തിനും പുത്രനായ ദൈവത്തിനും പരിശുദ്ധാത്മാവായ ദൈവത്തിനും സകല ബഹുമാനവും മഹത്വവും കാലാവസാനം കൂടാതെ ഉണ്ടായിരിക്കുമാറാകട്ടെ. നമ്മുടെ വിശ്വാസത്തെ അപ്പോസ്തല വിശ്വാസ പ്രമാണത്തിൽ നമുക്ക് ചേർന്ന് പ്രഖ്യാപിക്കാം. അപ്പോസ്തല വിശ്വാസ പ്രമാണം. സർവശക്തിയുള്ള പിതാവായ ആകാശത്തെയും ഭൂമിയെ സൃഷ്ടിച്ചവനായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവന്റെ ഏകപുത്രനായ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൽ ഞാൻ വിശ്വസിക്കുന്നു. ഒരു പരിശുദ്ധാത്മാവിനാൽ കന്യകമറിയമിൽ ഉത്പാദിപ്പിക്കപ്പെട്ട ജനിച്ച പൊന്തിയോസ് പിലാത്തോസിനിൽ കഷ്ടപ്പെട്ട് ക്രൂശിക്കപ്പെട്ട് മരിച്ചു അടക്കപ്പെട്ടു. അവൻ പാതാളത്തിലേക്ക് ഇറങ്ങി. മൂന്നാം ദിവസം മരിച്ചവന് പിന്നെ ഉയർത്തെഴുന്നേറ്റു. അവൻ സ്വർഗത്തിലേക്ക് കയറി സർവ്വ പിതാവായ ദൈവത്തിന് വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നെഞ്ചുവരെ മരിച്ചവരെയും ഞാൻ വിധിപ്പാൻ വരികയും ചെയ്യും. പരിശുദ്ധാത്മാവിനെ ഞാൻ വിശ്വസിക്കുന്നു. കാതോലിക്കാ സഭയിലും വിശുദ്ധന്മാരുടെ സംസർഗത്തിലും പാപമോചനത്തിലും ശരീരത്തിലും പുനരുത്ഥാനത്തിലും നിത്യജീവനിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. കഴിഞ്ഞ ആഴ്ചയിൽ ബർത്ത്ഡേ വെഡിങ് ആനിവേഴ്സറി സെലിബ്രേറ്റ് ചെയ്ത പേരുകൾ വായിക്കട്ടെ. മിസ് അന്ന ഐസക്, മിസ്റ്റർ ക്രിസ്റ്റഫർ എ ജോൺ, മാസ്റ്റർ ടിം ജേക്കബ് ഉമ്മൻ, മിസ് ബീന സാബു, മിസ്റ്റർ ശോഭ വർഗീസ്, മിസ്റ്റർ സുമിത്ര ആനി മാത്യു, മിസ്റ്റർ വരുൺ ജോഷുവ, മിസ്റ്റർ ജെൻസി വർഗീസ്, മിസ്റ്റർ ജോർജ് കോര മാത്യു മോഡയിൽ, മിസ്റ്റർ ജിതിൻ ഡേവിഡ്, മിസ്റ്റർ കുര്യൻ എം തോമസ്, മിസ്റ്റർ നവീൻ ജേക്കബ് ജോർജ്, മിസ്റ്റർ ജയ ബിഞ്ചു ഉമ്മൻ, മിസ്റ്റർ മാത്യു ഇട്ടി തോമസ്, മാസ്റ്റർ അമിത് മാത്യു, മിസ് മേരി ജോർജ്, മിസ്റ്റർ അലക്സൻ ഡാനിയൽ, മിസ്റ്റർ ജോൺ ആയിബ്, മിസ്റ്റർ സൂസൻ ഫിലിപ്പ്, മിസ്റ്റർ തോമസ് ജേക്കബ്, മിസ് ഏണു എലിസബത്ത് ഫിലിപ്സ്, മിസസ് എലിസബത്ത് റോയ് മാത്യു, മിസസ് നിഷ ജോർജ്, മിസസ് റിയ എസ് ഇനോ. കഴിഞ്ഞ ആഴ്ചയിൽ വെഡിങ് ആനിവേഴ്സറി സെലിബ്രേറ്റ് ചെയ്ത പേരുകൾ വായിക്കട്ടെ. മിസ്റ്റർ ഫിലിപ്പ് ജോർജ് ആൻഡ് മിസസ് സൂസൻ ഫിലിപ്പ്, മിസ്റ്റർ വിൻസെന്റ് ജോസഫ് ആൻഡ് മിസ് ജെയിൻ വിൻസൻ, മിസ്റ്റർ അജയ് തോമസ് ജോൺ ആൻഡ് മിസസ് നിഷ ജോർജ്, മിസ്റ്റർ എച്ച് തോമസ് ആൻഡ് മിസ് ലിസ് തോമസ്, മിസ്റ്റർ ജോൺ കെ വി ആൻഡ് മിസസ് ജോളി ജോൺ, മിസ്റ്റർ കെ ജെ ജോർജ് ആൻഡ് മിസസ് ബിനി ജോർജ്, മിസ്റ്റർ ജോസഫ് ജോൺ അമ്മാട്ടിൽ ആൻഡ് മിസസ് ആലിസ് അമ്മാട്ടിൽ, മിസ്റ്റർ കെന്നി ജേക്കബ് ആൻഡ് മിസസ് റിനു മാത്യു, റവറൻ ബിനു ഫിലിപ്പ് ആൻഡ് മിസസ് റോഷൻ എലിസബത്ത് രാജു. പ്രാർത്ഥനയ്ക്കായിട്ട് നമുക്ക് ഒരുങ്ങാം. കാരുണ്യവാനായ ദൈവമേ, ഞങ്ങളുടെ നല്ല കർത്താവേ, ഞങ്ങളുടെ ആയുസ്സിൽ നാളുകൾ വർദ്ധിക്കുന്നത് നിന്റെ ദയയും നിന്റെ കൃപയും കരുണയും ഒന്നുകൊണ്ട് മാത്രമാണല്ലോ. കർത്താവേ, കഴിഞ്ഞ ആഴ്ചയിൽ പിറന്നാൾ ആഘോഷിച്ച, വിവാഹ വാർഷികം ആഘോഷിച്ച ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെ നിന്റെ കരങ്ങളിൽ കരമേൽപ്പിക്കുന്നു. കർത്താവെ, പ്രതിസന്ധികൾ നിറഞ്ഞതായ ഈ ലോകത്തിൽ നിന്റെ മക്കളുടെ മുൻപിൽ സാധ്യതകളുടെ പുതിയ വാതിലുകൾ നീ തുറക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നാഥ, നിന്റെ അനുഗ്രഹിക്കുന്നതായ കരം നിന്റെ മക്കളുടെ ജീവിത വഴികളിൽ നിന്റെ മക്കളെ താങ്ങി നടത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ കരുണയിൽ അങ്ങ് സൂക്ഷിക്കുകയും ബലപ്പെടുത്തുകയും ചെയ്യണമേ. ദയവായ കർത്താവെ, സഭയായി അങ്ങയുടെ മക്കളെ ദൈവകരങ്ങൾ ഞങ്ങൾ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നത് പുതിയ വർഷത്തിൽ അവരുടെ ജീവിതത്തിലെ അനുഗ്രഹത്തിന് നന്മകൾക്ക് മുഖാന്തരമാകണമേ. നിന്റെ വലിയ കൃപകൾ അവിടുന്ന് സൂക്ഷിക്കണമേ, അനുഗ്രഹിക്കണമേ. യേശുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. ദയതോന്നി ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കുമാറാകണമേ. ആമേൻ. മധ്യസ്ഥ പ്രാർത്ഥനയ്ക്കായിട്ട് നമുക്ക് ഒരുങ്ങാം. കർത്താവിന്റെ സന്നിധിയിൽ നമ്മുടെ ഹൃദയങ്ങളെ നമുക്ക് ഏകാഗ്രമാക്കാം. നമ്മുടെ കണ്ണുകളെ, ബാഹ്യമായ കണ്ണുകളെ അടച്ചുകൊണ്ട് ആന്തരികമായ കണ്ണുകളെ കർത്താവിന്റെ സന്നിധിയിലേക്ക് നമുക്ക് ഉയർത്താം. ദൈവമായ കർത്താവെ, വേദനയോടെ, പ്രയാസത്തോടെ, ഭാരത്തോടെ ഞങ്ങൾ അവിടുത്തെ സന്നിധിയിലിരിക്കുന്നു. ഞങ്ങളുടെ സന്തോഷങ്ങൾ അവിടുത്തെ സന്നിധിയിൽ ഞങ്ങൾ പകരുന്നു. ഞങ്ങളുടെ വേദനകളിലും ഞങ്ങളുടെ സന്തോഷങ്ങളിലും പ്രതിസന്ധികളിലും ഭാരങ്ങളിലും ഒക്കെ നിന്റെ കരുണ ഞങ്ങളുടെ കൂടെ ഇരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നതാക്കാം. കഴിഞ്ഞ നാളുകളിൽ ഞങ്ങളെ പ്രാർത്ഥനയ്ക്ക് മറുപടി നൽകിയ കർത്താവിന്റെ വലിയ സ്നേഹത്തിനും കരുതലിനുമായിട്ട് സ്തോത്രം. ദയവായ കർത്താവെ, നിന്നിൽ അഭയം പ്രാപിച്ചുകൊണ്ട് ഞങ്ങൾ അവിടുത്തെ സന്നിധിയിൽ ഇരിക്കുന്നു. നിന്റെ മുഖത്തേക്ക് ഞങ്ങൾ കണ്ണുകളെ ഉയർത്തുന്നു. നാഥ കർത്താവെ, ഒരുമിച്ച് നിന്റെ സന്നിധിയിലായി പാടുകയും പ്രാർത്ഥിക്കുകയും വചനം ധ്യാനിക്കുകയും ആരാധിക്കുകയും ഒക്കെ ചെയ്യുന്നത് ഞങ്ങളുടെ ജീവിതത്തിന്റെ പ്രയാണത്തിന് അനുഗ്രഹത്തിന് മുഖാന്തരമാകണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ദയവായ കർത്താവെ, നമ്മുടെ എല്ലാ ആഗ്രഹങ്ങളും നമ്മുടെ എല്ലാ ആവശ്യങ്ങളെയും നമ്മുടെ പിതാവിന്റെ സന്നിധിയിൽ നമുക്ക് ഇറക്കി വെക്കാം. ദയവായ കർത്താവെ, അവിടുത്തെ സന്നിധിയിൽ വീഴുന്നതായ കണ്ണുനീരിന് മറുപടിയുണ്ട് നാഥ. നിന്റെ സന്നിധിയിൽ പകരുന്നതായ ഹൃദയത്തിന് നിന്റെ മക്കൾ ഉത്തരമുണ്ട് നാഥ. ഹൃദയത്തിലെ ചോദ്യങ്ങൾക്ക് നീ മറുപടി നൽകുന്ന ദൈവമാണ് നാഥ.
ദൈവമായ കർത്താവേ, ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നെ ആരാധിക്കുന്ന ജനസമൂഹം ഒരുമിച്ച് നിന്റെ സന്നിധിയിൽ വന്ന് പ്രാർത്ഥിക്കുമ്പോൾ ദൈവമായ കർത്താവേ, അവിടുത്തെ വിടുതലും കരുണയും കർത്താവേ നിന്റെ ജനത്തിനു മേൽ അവിടുന്ന് പകരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. മഹാവ്യാധി ഞങ്ങളുടെ ദേശത്ത് പടർന്നു പിടിക്കുമ്പോൾ, ലോകത്തെ പിടിച്ചു കുലുക്കുമ്പോൾ നിന്നിൽ കർത്താവെ ആശ്രയം വെച്ചുകൊണ്ട് തളരാതെ പതറാതെ ഉലയാതെ നിലനിൽപ്പാൻ തക്കവണ്ണം സ്വർഗീയ പിതാവേ അവിടുന്ന് ഞങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമായ കർത്താവേ, നിന്റെ കൃപയുടെ തണലിൽ, നിന്റെ സ്നേഹത്തിന്റെ തണലിൽ ഞങ്ങളെ അവിടുന്ന് സൂക്ഷിച്ച് ബലപ്പെടുത്തി അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമായ കർത്താവെ, അവിടുത്തെ കരുണയിൽ ഞങ്ങളെ പൊതിയണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നാഥ കർത്താവ്, ഞങ്ങൾ വ്യത്യസ്തങ്ങളായ വിവിധങ്ങളായ ആവശ്യങ്ങളുമായി പിതാവിന്റെ സന്നിധിയിലേക്ക് ഞങ്ങൾ ചേർന്ന് വരുന്നു. കർത്താവെ, ഞങ്ങൾ ഇടവകെ നിന്റെ കരങ്ങളിൽ തരുന്ന നാഥ കർത്താവ്, കഴിഞ്ഞ നാളുകളിൽ അവിടുന്ന് ഈ പ്രദേശത്ത് ഞങ്ങളെ നിലനിർത്തിയല്ലോ. അവിടുന്ന് ഞങ്ങൾക്ക് നൽകിയതായ സുവിശേഷ ദൗത്യത്തിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. തളരാതെ പതറാതെ സുവിശേഷ വഴിയിൽ ഇനിയും മുന്നേറുവാൻ അവിടുന്ന് ഞങ്ങളെ സഹായിക്കണമേ. കർത്താവെ, ഞങ്ങളുടെ ഈ കൂട്ടായ്മ, ഞങ്ങളുടെ സമൂഹത്തിന്റെ ഭാഗമായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ഞങ്ങൾ നന്ദിയോടെ ഓർക്കുന്നു. നാഥ കർത്താവെ, അവിടുന്ന് തിരഞ്ഞെടുത്താക്കിയതാണ്. നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ സ്തോത്രം ചെയ്തുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. നാഥ എല്ലാ കുടുംബങ്ങളെയും നാഥ നിന്റെ കരങ്ങളിലേക്ക് ഞങ്ങൾ ഏൽപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. ദൈവമായ കർത്താവെ, ആവശ്യങ്ങളിരിക്കുന്ന പ്രയാസങ്ങളിരിക്കുന്ന പ്രിയ കുടുംബാംഗങ്ങളെ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് നാഥ വേർപാടിന് ദുഃഖം അനുഭവിക്കുന്ന ഭവനത്തെ പ്രത്യേകിച്ച് അങ്ങയുടെ കരങ്ങളിൽ തരുന്നു. പ്രത്യേകിച്ച് കർത്താവെ, GK മാത്യൂസ് മോഡൽ അങ്കിളിന്റെ ധന്യമായ ജീവിതത്തിനായിട്ട് ഞങ്ങൾ അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു. ദൈവമായ കർത്താവെ, കഴിഞ്ഞ 85 വർഷക്കാലം ഈ ഭൂമിയിൽ ജീവിപ്പാൻ അവിടുന്ന് ഭാഗ്യം കൊടുത്തു. കർത്താവെ, ഭൂമിയുടെ സൗന്ദര്യം ആസ്വദിക്കുവാൻ, ഭൂമിയിലെ ഭാഗ്യങ്ങളെ കാണുവാൻ അവിടുന്ന് ഇടയാക്കി. തനിക്ക് നൽകിയതായ ജീവിതം കൊണ്ട് കർത്താവെ നിന്നെ സാക്ഷീകരിപ്പാൻ അവിടുന്ന് ഇടയാക്കി. അനേക ജീവിതങ്ങളെ സ്വാധീനിച്ചു. ഞങ്ങൾ ഇടവകയുടെ കർത്താവെ സൗമ്യമായ സാന്നിധ്യമായി കഴിഞ്ഞ നാളുകളിൽ നിലനിന്നു. കർത്താവെ, നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ദൈവമായ കർത്താവെ, അവിടുത്തെ തിരികെ വിളിച്ചപ്പോൾ നിന്റെ മകൻ അവിടുത്തെ സന്നിധിയിൽ എത്തപ്പെട്ടു എന്ന് പൂർണ്ണമായി ഞങ്ങൾ വിശ്വസിക്കുന്നു. നാഥ ദൈവമായ കർത്താവെ, പ്രിയ അങ്കിളിന്റെ ദേഹവിയോഗത്തിൽ ദുഃഖാർത്ഥരായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും നിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. പ്രിയ ആന്റിക്കായിട്ട് പ്രാർത്ഥിക്കുന്നു, മകൾക്കായിട്ട്, മകനായിട്ട്, കുടുംബമായിട്ട് പ്രാർത്ഥിക്കുന്നു. നാഥ കർത്താവെ, ഓരോരുത്തരെയും അവിടുന്ന് ബലപ്പെടുത്തുകയും അവിടുന്ന് അനുഗ്രഹിക്കുകയും അവിടുന്ന് ശക്തീകരിക്കുകയും സ്വർഗീയമായ സമാധാനം അവിടുന്ന് എന്റെ മക്കളുടെ ഹൃദയങ്ങളിൽ നിറയ്ക്കുകയും ചെയ്യണമേ എന്ന് ഞങ്ങൾ ഇങ്ങോട്ട് പ്രാർത്ഥിക്കുന്നു. നാഥ ആ ജീവിതത്തിന്റെ ഉന്നതമായ മാതൃകകളെ ഉയർത്തിപ്പിടിച്ച് നന്ദിയോട് സ്തോത്രത്തോടും ജീവിപ്പാൻ എല്ലാവരെയും അവിടുന്ന് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമായ കർത്താവെ, രോഗാതുരായ പ്രിയപ്പെട്ടവരുണ്ട്, എല്ലാവരെയും അങ്ങയുടെ കാര്യങ്ങളിൽ തരുന്നു. നാഥ കർത്താവ്, ഈ ദിവസങ്ങളിൽ ശാരീരികമായി ബലഹീനരായ ഒരുപാട് ആളുകൾ ഞങ്ങളുടെ കൂട്ടായ്മയിലുണ്ടല്ലോ. ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. ദൈവമായ കർത്താവെ, വിവിധ രോഗങ്ങളോട് മല്ലടിക്കുന്നവരുണ്ട്, വിവിധ രോഗങ്ങൾക്ക് ചികിത്സ എടുക്കുന്നവരുണ്ട്. കർത്താവ്, വാർദ്ധക്യത്തിലുള്ള ഞങ്ങളുടെ മാതാപിതാക്കളുണ്ട്. കർത്താവെ, അവരൊക്കെ ഈ ദിവസങ്ങൾ ദീർഘമായ ലോക്ക്ഡൌൺ ഒക്കെ കൊണ്ട് ശാരീരികമായിട്ട് ക്ഷീണവും പ്രയാസങ്ങളും ഒക്കെ അനുഭവിക്കുന്നുണ്ട്. എങ്കിലും നാഥ നിന്റെ കരങ്ങളിലേക്ക് നിങ്ങൾ ഏൽപ്പിക്കുന്നു. നിന്റെ കരുണയിലേക്ക് നിങ്ങൾ ഏൽപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഞങ്ങളുടെ ക്രമീകരണങ്ങൾക്കൊക്കെ പരിധികളും പരിമിതികളും ഒക്കെ ഉണ്ട്. എന്നാൽ പരിമിതികളില്ലാതെ ഞങ്ങളെ സ്നേഹിക്കുന്ന, ഞങ്ങളെ ബലപ്പെടുത്തുന്ന നിന്റെ എല്ലാ വഴികൾക്കായിട്ടും വിധങ്ങൾക്കായിട്ടും ഞങ്ങൾ അങ്ങേക്ക് നന്ദി കരയറ്റിക്കൊണ്ട് കർത്താവിന്റെ സന്നിധിയിലേക്ക് ഞങ്ങൾ ചേർന്ന് വരുന്നു. നാഥ ദൈവമായ കർത്താവെ, ആവശ്യങ്ങളിരിക്കുന്ന ഞങ്ങളെല്ലാ പ്രിയപ്പെട്ടവരെയും നിന്റെ കരങ്ങളിൽ ഞങ്ങൾ ഏൽപ്പിക്കുന്നു. നിന്റെ സ്നേഹത്തിൽ നീ സൂക്ഷിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നാഥ ദൈവമായ കർത്താവെ, അങ്ങനെ ഞങ്ങൾ പ്രാർത്ഥിപ്പാൻ കടപ്പെട്ടത് എല്ലാ പ്രിയപ്പെട്ടവർക്കായിട്ടും പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് കർത്താവെ, COVID-19 ബന്ധപ്പെട്ട് ഞങ്ങളെല്ലാ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഞങ്ങൾ ഇടവകയിൽ നിന്ന് അനേക കുഞ്ഞുങ്ങൾ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലുണ്ട്. കുടുംബങ്ങളായി താമസിക്കുന്നവരുണ്ട്, പഠനത്തിന് വേണ്ടി കടന്നുപോയവരുണ്ട്, ജോലിക്ക് വേണ്ടി കടന്നുപോയവരുണ്ട്. കർത്താവെ, അങ്ങയുടെ കരുണയിലേക്ക് സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് അമേരിക്കയിലായിരിക്കുന്ന പ്രിയപ്പെട്ടവരെ ഓർക്കുന്നു. ആ രാജ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ലോകം വല്ലാതെ കർത്താവെ, രോഗം വല്ലാതെ ആ ദേശത്തെ പിടിച്ചു കുലുക്കുമ്പോൾ കർത്താവെ അവിടുന്ന് കൂടെ ഇരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. മറ്റ് വടക്ക് അമേരിക്കൻ രാജ്യങ്ങളെ ഓർക്കുന്നു. പ്രത്യേകിച്ച് യൂറോപ്പിനായിട്ട് പ്രാർത്ഥിക്കുന്നു. ദൈവമായ കർത്താവ്, ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ നിരവധി പേർ കർത്താവ് യൂറോപ്പിന്റെ വിവിധ ഭാഗങ്ങളിലുണ്ടല്ലോ, അവരെ ഏൽപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. വിവിധ ഏഷ്യൻ രാജ്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് ഗൾഫ് കൺട്രീസിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവെ, നിന്റെ ബലമുള്ള കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. നിന്റെ കരുണയിൽ അവരെ സൂക്ഷിക്കുന്നു. കർത്താവ്, നിരവധി നാളുകളായൊക്കെ അവരൊക്കെ മുറികളിൽ അടച്ചിടപ്പെട്ടിരിക്കുന്നു. കർത്താവെ, കുഞ്ഞുങ്ങളൊക്കെ വല്ലാതെ ഭാരപ്പെടുന്നു. എല്ലാം നിനക്ക് അറിവുള്ളതാണല്ലോ. നിന്റെ കരങ്ങളിലേക്ക് നിങ്ങൾ ഏൽപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. നാഥ
ദൈവമായ കർത്താവെ, ഞങ്ങളുടെ ഭാരത രാജ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഈ നാളുകൾ ഞങ്ങളുടെ ദേശത്തും രോഗബാധ വല്ലാതെ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. കർത്താവിന്റെ കരുണയിൽ ഞങ്ങൾ ഏൽപ്പിക്കുകയാണ് നാഥ. പ്രത്യേകിച്ച് കർത്താവെ, തമിഴ്നാട് സംസ്ഥാനത്തെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ദൈവമായ കർത്താവെ, ഈ ദിവസങ്ങളിൽ വല്ലാതെ ഞങ്ങളുടെ സംസ്ഥാനത്തും രോഗം ബാധിച്ചുകൊണ്ടിരിക്കുന്നു. ചെന്നൈ നഗരത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവെ, കണക്കുകൾ ഞങ്ങളെ പേടിപ്പെടുത്തുന്നതാണ്. ദൈവമായ കർത്താവെ, വല്ലാതെ രോഗം ഞങ്ങളുടെ ദേശത്ത് വ്യാപിക്കുമ്പോൾ കർത്താവെ, അവിടുന്ന് ഇടപെടണമേ എന്ന് ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു നാഥ. ദൈവസ്നേഹത്താൽ കർത്താവെ, നീ ഞങ്ങളെ സൂക്ഷിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവകൃപയിൽ ഞങ്ങളെ നിറയ്ക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു നാഥ. ദൈവമായ കർത്താവെ, തളർന്നു പോകാൻ ഇടയാക്കരുത്, പതറിപ്പോകാൻ ഇടയാക്കരുത്. നിന്നിൽ ആശ്രയം വെച്ച് കർത്താവെ, പ്രതിസന്ധി അതിജീവിപ്പാൻ അവിടുന്ന് ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് കേരള സംസ്ഥാനത്തിനായിട്ട് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ആ ദേശത്ത് അവിടെ നൽകിയിരിക്കുന്ന രോഗവ്യാപനത്തിന്റെ കുറവിനായിട്ട് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു നാഥ. കർത്താവെ, ഒരു വലിയ സിസ്റ്റം ഒരുമിച്ച് പ്രവർത്തിച്ച് കർത്താവ് ഇത്രത്തോളം ഒക്കെ പ്രവർത്തിപ്പാൻ അവിടുന്ന് കൊടുത്ത കൃപകൾക്കായിട്ട് നന്ദി പറയുന്നു. കർത്താവ്, പ്രവാസികൾ ഈ ദിവസങ്ങളിൽ പലയിടങ്ങളിൽ നിന്ന് മടങ്ങി വന്നുകൊണ്ടിരിക്കുന്നു. കർത്താവെ, അവർക്ക് വേണ്ടി ക്രമീകരണങ്ങളൊക്കെ ദേശമായിട്ട് ക്രമീകരിക്കുന്നു. ദൈവമായ കർത്താവ്, രോഗവ്യാപനം ഉണ്ടാകാതെ തടഞ്ഞു നിർത്താൻ തക്കവണ്ണം കർത്താവ് അങ്ങയുടെ വിവേകവും പരിജ്ഞാനവും ആ ദേശത്ത് അവിടുന്ന് നൽകിക്കൊണ്ടിരിക്കുന്ന സ്തോത്രം. തുടർന്ന് കർത്താവ് ഇവിടുന്ന് ബലപ്പെടുത്തണമേ, അനുഗ്രഹിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദൈവമായ കർത്താവെ, ലോകമെമ്പാടുമുള്ള സഭകൾക്കായിട്ട് പ്രാർത്ഥിക്കുന്നു. കർത്താവ്, ദേവാലയങ്ങൾ അടഞ്ഞിട്ട് ദിവസങ്ങളാകുന്നല്ലോ. ദൈവമായ കർത്താവെ, ഭവനങ്ങളിൽ ഞങ്ങളുടെ ആരാധനാ പീഠങ്ങൾ ഞങ്ങൾ പണിതിരിക്കുന്നല്ലോ. ദൈവമായ കർത്താവെ, ഞങ്ങളുടെ ഭവനങ്ങളിൽ നിന്ന് ഉയരുന്നതായ ശബ്ദം, കർത്താവ്, ഞങ്ങളുടെ ഭവനങ്ങളിൽ നിന്ന് ഉയരുന്നതായ പ്രാർത്ഥനകൾ, കർത്താവെ, അത് നിനക്ക് പ്രസാദകരമായിരുന്ന് ഞങ്ങളെ അനുഗ്രഹിപ്പാൻ അവിടുന്ന് ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമായ കർത്താവെ, തളർന്നു പോകുവാൻ അവിടുന്ന് ഇടയാക്കരുത്. ഇതിനുള്ള പ്രത്യാശയിൽ നിലനിൽപ്പാൻ അവിടുന്ന് സഹായിക്കണമേ. ദൈവമായ കർത്താവെ, ഈ ദിവസങ്ങളിൽ മറ്റ് പല രോഗങ്ങളാൽ ഭാരപ്പെടുന്നവരൊക്കെ ഉണ്ട്. ചികിത്സ കിട്ടാതെ ഭാരപ്പെടുന്നവരുണ്ട്. ക്യാൻസർ രോഗത്താൽ ഭാരപ്പെടുന്നവരുണ്ട്. ഒക്കെ നിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. ദൈവമായ കർത്താവെ, മറ്റ് ആകുലതകൾ സംശയങ്ങളുള്ളവരുണ്ട്. ഒക്കെ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. ദൈവമായ കർത്താവെ, കുടുംബജീവിതത്തിൽ അസ്വസ്ഥത അനുഭവിക്കുന്നവരുണ്ട്. ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. ജീവിതത്തിന്റെ പല ക്രമീകരണങ്ങൾ താളം തെറ്റുന്നവരുണ്ട്. ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. കർത്താവെ, വിവാഹത്തിന്റെ ആവശ്യങ്ങളുമായ ഞങ്ങളുടെ കുഞ്ഞുങ്ങളുണ്ട്. കർത്താവിന്റെ കരങ്ങളിലേക്ക് ഞങ്ങൾ ഏൽപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്ന ഈ ദിവസങ്ങളിൽ അതിനുള്ള തീയതികളൊക്കെ മാറ്റി നിശ്ചയിച്ചുകൊണ്ടൊക്കെ ഇരിക്കുന്നല്ലോ. ദൈവമായ കർത്താവെ, ഏറ്റവും ഉചിതമായതിനു വേണ്ടി നിന്റെ മക്കളോട് അവിടുന്ന് കൂടെ ഇരുന്ന എല്ലാ ക്രമീകരണങ്ങളെയും വാഴ്ത്തുകയും അനുഗ്രഹിക്കുകയും ചെയ്യണമേ എന്ന് ഞങ്ങൾ അങ്ങോട്ട് പ്രാർത്ഥിക്കുന്നു നാഥ. ദൈവമായ കർത്താവെ, ഞങ്ങൾ ഇടവകയുമായി ബന്ധപ്പെട്ടിന് പ്രാർത്ഥിപ്പാൻ കടപ്പെട്ടിരിക്കുന്ന പ്രാർത്ഥനകൾ ആവശ്യപ്പെട്ടിട്ടുള്ള എല്ലാ പ്രിയപ്പെട്ടവരെയും ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. ദൈവമായ കർത്താവെ, ലോകമെമ്പാടും നിന്റെ നാമത്തെ ഉയർത്തുന്ന നിന്റെ സുവിശേഷ വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവ്, ഞങ്ങളുടെ ജീവിതത്തിലൂടെ കർത്താവ് നിന്റെ നാമം ഉയർത്തുവാൻ തക്കവണ്ണം, നിന്റെ നാമത്തെ മഹത്വപ്പെടുത്തുവാൻ തക്കവണ്ണം സ്വർഗീയ പിതാവെ അവിടുന്ന് ഞങ്ങളെ സഹായിക്കണമേ എന്ന് ഞങ്ങൾ അങ്ങോട്ട് പ്രാർത്ഥിക്കുന്നു. കർത്താവിന്റെ നാമത്തിൽ അഭയപ്പെടുവാൻ അവിടുന്ന് ഞങ്ങളെ ഇടയാക്കണമേ. നിന്റെ കൃപയിൽ ഞങ്ങളെ സൂക്ഷിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദയവായ കർത്താവെ, അങ്ങനെ ഞങ്ങളുടെ ഭാരങ്ങളുമായിട്ട്, ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെ കുറിച്ചുള്ള ആകുലതകളുമായിട്ട്, ഞങ്ങളുടെ സംശയങ്ങളുമായിട്ട്, ഞങ്ങളുടെ ഹൃദയത്തിന്റെ ഉള്ളിൽ ഉയരുന്ന വലിയ തീയുമായിട്ട് കർത്താവെ നിന്റെ സന്നിധിയിൽ വരുന്നു. കർത്താവ്, നീ ഞങ്ങൾ തള്ളിക്കളയ ദൈവമല്ല, ഇസ്രായേൽ മക്കളുടെ വേദനയിൽ നീ മാറുന്ന ദൈവമല്ല, മറിച്ച് കർത്താവ് നീ തിരഞ്ഞെടുത്തത് മുൾപ്പടർപ്പിൽ കർത്താവെ അഗ്നിയിൽ പ്രത്യക്ഷപ്പെടാനാണ്. ആ ജനത്തോടൊപ്പം നീറുന്ന ദൈവത്തെയാണല്ലോ ഞങ്ങൾ തിരിച്ചറിയുന്നത്. ദൈവമായ കർത്താവെ, ഞങ്ങൾ ഉപത്തിയിൽ നീ നീറുന്നത് പോലെ നീറുമ്പോൾ ദൈവമായ കർത്താവെ, ഞങ്ങളോടൊപ്പം ഈ തീയിൽ നിന്റെ സാന്നിധ്യമുണ്ട് നിങ്ങൾ തിരിച്ചറിയുന്നു. ദൈവമായ കർത്താവെ, സിംഹക്കുഴിയിൽ നിന്റെ സാന്നിധ്യം ഉണ്ടായിരുന്നു. ദൈവമായ കർത്താവെ, അഗ്നികുണ്ഡത്തിൽ നിന്റെ സാന്നിധ്യം ഉണ്ടായിരുന്നു. മേഘസ്തംഭമായ അഗ്നിസ്തംഭമായ ഇസ്രായേൽ മക്കളോട് നീ ചേർന്ന് നടന്ന ദൈവമാണ്. കർത്താവെ, ഞങ്ങൾക്ക് നീ നൽകിയിട്ടുള്ളതായ പുസ്തകത്തിൽ ദൈവമായ കർത്താവെ നിന്റെ സാന്നിധ്യം ഞങ്ങളുടെ ജീവിത അനുഭവങ്ങൾ ഞങ്ങൾ തിരിച്ചറിഞ്ഞവരാ. കർത്താവ്, കഴിഞ്ഞ നാളുകളിലും ഞങ്ങളുടെ ഓരോരുത്തരുടെയും വ്യക്തിപരമായ അനുഭവങ്ങളിലും ഞങ്ങൾ തകർന്നു പോകുന്ന വാടിപ്പോകുന്ന ഇടങ്ങളിൽ കർത്താവെ നിന്റെ സൗമ്യമായ സാന്നിധ്യവും ഇടപെടലും തിരിച്ചറിഞ്ഞതാണ്. ഞങ്ങളുടെ അടഞ്ഞ വാതിലുകളെ നീ തുറന്നതാണ്. ഞങ്ങളുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം നീ നൽകിയതാണ്. ഞങ്ങളുടെ പ്രയാസങ്ങൾ നീ ഞങ്ങളെ ബലപ്പെടുത്തിയതാണ്. ഞങ്ങളുടെ രോഗങ്ങൾക്ക് നീ സൗഖ്യം നൽകിയവരാണ്. കർത്താവെ, അതൊന്നും ഞങ്ങൾ മറക്കുന്നില്ല നാഥ. അതൊക്കെ ഞങ്ങൾ വായുകൊണ്ട് ഏറ്റുപറയുന്നു നാഥ. ഇപ്പോൾ ഇതാ അവിടുത്തെ സന്നിധിയിൽ കർത്താവെ പുതിയ വിഷയങ്ങളോടുകൂടി, ഭാരങ്ങളോടുകൂടി ഒരുമിച്ച് ഞങ്ങൾ ചേർന്ന് വരുന്നു നാഥ. കർത്താവെ, ഞങ്ങളുടെ ഭവനങ്ങളിൽ ഒരുമിച്ച് ചേർന്ന് നിന്നെ ആരാധിക്കുമ്പോൾ, നിന്റെ മുഖത്തേക്ക് നോക്കുമ്പോൾ കർത്താവെ അവിടുന്ന് ഞങ്ങളോട് സംസാരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അവിടുന്ന് ഞങ്ങൾ ഇടപെടണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾക്ക് അവിടുന്ന് മറുപടി നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, നീയാണ് ഞങ്ങളുടെ സങ്കേതം, നീയാണ് ഞങ്ങളുടെ ബലം. ഞങ്ങളുടെ ഭാരങ്ങളിൽ, ഞങ്ങളുടെ പ്രയാസങ്ങൾ തളർന്നു പോകാതെ, ഉടഞ്ഞു പോകാതെ നിന്നിൽ ആശ്രയിച്ച് നിലനിൽപ്പാൻ തക്കവണ്ണം അവിടുന്ന് ഞങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നിന്റെ കൃപയിൽ ഞങ്ങളെ സൂക്ഷിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു നാഥ. നീയാണ് ഞങ്ങളുടെ സങ്കേതം, നീയാണ് ഞങ്ങളുടെ ബലം. കർത്താവെ, ആപത്തിൽ, പ്രയാസങ്ങളിൽ, രോഗങ്ങളിൽ കർത്താവിന്റെ മുഖത്തെ
മുഖത്തേക്ക് നോക്കുവാൻ, തളരാതെ നിങ്ങൾ ആശ്രയിപ്പാൻ കർത്താവ് ഈ ദിവസങ്ങളിൽ വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു ചിന്ത നിലനിർത്തിക്കൊണ്ട് നിന്റെ സന്നിധിയിൽ ആശ്രയം കണ്ടെത്തുവാൻ, നിന്റെ സന്നിധിയിൽ ബലം കണ്ടെത്തുവാനായിട്ട് നീ ഞങ്ങളെ സഹായിക്കണമേ. നിന്റെ മുഖത്തേക്ക് നോക്കുന്ന നാഥ, ഞങ്ങൾ നിരാശരായി പോകരുത്, ഞങ്ങളിത് തള്ളിക്കളയരുത് കർത്താവെ. ആ വലിയ ഉറപ്പിലും പ്രത്യാശയിലും നമ്മുടെ എല്ലാ പ്രാർത്ഥനാ വിഷയങ്ങളെയും കർത്താവിന്റെ കരങ്ങളിലേക്ക് ഒരു നിമിഷം നമുക്ക് ഏൽപ്പിച്ചുകൊണ്ട് മൗനമായിട്ട് പ്രാർത്ഥിക്കാം. സങ്കേതമായ, ഞങ്ങളുടെ ആശ്രയമായ, ഞങ്ങളെ ബലപ്പെടുത്തുന്ന ഞങ്ങളുടെ അഭയകേന്ദ്രമായ കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങളുമായ ദൈവസന്നിധിയിൽ വന്ന് ഞങ്ങൾ അർപ്പിച്ചിരിക്കുന്ന കർത്താവ് ഞങ്ങളുടെ അപേക്ഷകളെ അവിടുന്ന് കേട്ട് ഞങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നതാക്കാം. ദൈവമായ കർത്താവെ, ഞങ്ങൾ അശക്തരാണ്, ഞങ്ങൾ ബലഹീനരാണ്, കുറവുകളുള്ളവരാണ്. ഞങ്ങളെല്ലാ കുറവുകളെയും നിന്റെ സന്നിധിയിൽ ഏൽപ്പിച്ചുകൊണ്ട് കർത്താവ് ഞങ്ങളെ സമസ്ത വിഷയങ്ങളെയും നിന്നെ അർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവമായ കർത്താവെ, നിന്നുള്ളതായ ഉറപ്പിലും പ്രത്യാശയിലും നീ ഞങ്ങളുടെ കൂടെയുണ്ടെന്നുള്ളതായ ധൈര്യത്തിലും കർത്താവ് ഞങ്ങളുടെ ജീവിതത്തിലെ എല്ലാ പ്രതിസന്ധികളെയും തരണം ചെയ്യുവാൻ അങ്ങ് ഞങ്ങളെ ഇടയാക്കണമേ, സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നിന്റെ കൃപയെ ഞങ്ങളെ സൂക്ഷിക്കണമേ. നീ ഞങ്ങൾക്ക് നൽകിയിട്ടുള്ള എല്ലാ നന്മകൾക്കായിട്ടും സ്തോത്രം ചെയ്യുന്നു. ഞങ്ങൾ അർപ്പിച്ചുള്ള എല്ലാ അപേക്ഷകളെയും ഒരിക്കൽ കൊടുത്തിട്ട് സന്നിധിയിലേക്ക് ഏൽപ്പിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. ദൈവത്തോന്നി ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കുമാറാകണമേ. ആമേൻ, ആമേൻ. ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന സകല നന്മകളെയും ഓർത്തുകൊണ്ട് പൊതുവിലുള്ളതായ സ്തോത്ര പ്രാർത്ഥന നമുക്ക് ചേർന്ന് പ്രാർത്ഥിക്കാം. സർവശക്തിയുള്ള ദൈവമേ, സകല കരുണകളുടെയും പിതാവേ, അയോഗ്യരാളിയാരോട് സകല മനുഷ്യരോട് നിനക്കുള്ള സകല നന്മയ്ക്കായിട്ടും ആദരകരുണയ്ക്കായിട്ടും ഞങ്ങൾ നിനക്ക് മഹാബലിയും മനഃപൂർവ്വമായുള്ള സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളെ സൃഷ്ടിച്ചതിനും പരിപാലിക്കുന്നതിനും ഈ ആയുസ്സിലെ സകല അനുഗ്രഹങ്ങൾക്ക് വേണ്ടിയും എല്ലാ മേലായ കർത്താവായ യേശു ക്രിസ്തു മൂലം ലോകത്തെ വേണ്ടിയെടുത്തതിന് വേണ്ടിയും
കൃപാവഴികൾക്ക് വേണ്ടിയും മഹത്വത്തിന് പ്രത്യാശയ്ക്ക് വേണ്ടിയും ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. വിശുദ്ധിയോട് നീതിയോട് നിന്നെ മുമ്പാകെ നടന്നു. അങ്ങനെ ഞങ്ങളുടെ അധരങ്ങൾ കൊണ്ട് മാത്രമല്ല ഞങ്ങളുടെ നടപ്പിനുള്ള സ്തുതിയെ പ്രസിദ്ധപ്പെടുത്തേണ്ടതിന് നിന്റെ സകലങ്ങളെ കുറിച്ചുള്ളതായിട്ടെന്ന് കർത്താവായ യേശു ക്രിസ്തു മൂലം ഞങ്ങളോട് അപേക്ഷിക്കുന്നു. അവിടെ നിനക്ക് പരിശുദ്ധാത്മാവിനും സകല ബഹുമാനവും കാലാവസാനം കൂടാതെ ഉണ്ടായിരിക്കണമേ. ആമേൻ. സർവശക്തിയുള്ള ദൈവമേ, ഈ സമയത്തേക മനസ്സോടെയുള്ള പൊതുവായ അപേക്ഷകളെ കഴിപ്പാൻ നീ കൃപ തന്നിരിക്കുന്നു. രണ്ടോ മൂന്നോ പേരുടെ നാമത്തിൽ കൂടുമ്പോൾ അവരുടെ അപേക്ഷ പ്രകാരം നൽകുമെന്ന വാഗ്ദത്തവും ചെയ്തിരിക്കുന്നു. ഇപ്പോൾ കർത്താവിന്റെ ആഗ്രഹങ്ങളെ അപേക്ഷകളെയും ഞങ്ങൾക്ക് ഏറ്റുപകാരമാകുമെന്ന് നിവർത്തി വരുത്തുകയും ഇഹലോകത്തിൽ സത്യത്തിന്റെ പരിജ്ഞാനവും പരലോകത്തിൽ നിത്യജീവനും ഞങ്ങൾക്ക് തരണമേ. ആമേൻ. കർത്താവ് നമ്മളെ പഠിപ്പിച്ച പ്രാർത്ഥന വിശ്വാസത്തോടെ ചേർന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ നാമം വിശുദ്ധീകരിക്കപ്പെടണമേ. നിന്റെ രാജ്യം വരണമേ. നിന്റെ ശുദ്ധത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം ഇനി ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കാരുണ്യം ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ ദോഷങ്ങളെ ഞങ്ങൾ ക്ഷമിക്കണമേ. ഞങ്ങളെ പരീക്ഷയിലേക്ക് കടത്താതെ ദോഷത്തിൽ നിങ്ങളെ വിടുവിക്കണമേ. രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും നിനക്കുള്ളതാകുന്നു. ആമേൻ. വിശ്വാസത്തോടെ ആശീർവാദം കൈക്കൊള്ളുവിൻ. ദൈവത്തിന്റെ കരുണയുള്ള കൃപയിലും കാവലിലും ഞങ്ങൾ നിങ്ങളെ ഭരമേൽപ്പിക്കുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവായ സർവ്വശ ദൈവത്തിനുണ്ടായി എല്ലായ്പ്പോഴും നിങ്ങളോട് കൂടെ ഇരിക്കുമാറാകട്ടെ. ആമേൻ. ആമേൻ. ഈ വിശുദ്ധാരാധന സംബന്ധിച്ച് നിങ്ങളോട് എല്ലാവരോടുമുള്ള നന്ദിയും സ്നേഹവും പ്രത്യേകമായിട്ട് അറിയിക്കുന്നു. പ്രാർത്ഥനാ മധ്യേ ഓർത്തതുപോലെ പ്രിയപ്പെട്ട GK മാത്യൂസ് മോഡൽ അങ്കിൾ കഴിഞ്ഞ ആഴ്ചയിൽ നിര്യാതനായി. ഭൗതിക ശരീരത്തിന്റെ ശവസംസ്കാര ശുശ്രൂഷ കിൽപോക്ക് സെമിത്തേരിയിൽ നടത്തപ്പെട്ടു. ശുശ്രൂഷയിൽ ചുരുങ്ങിയ ആളുകൾക്ക് മാത്രമേ പങ്കെടുക്കാനുള്ള സാവകാശം ഉണ്ടായിരുന്നുള്ളൂ. നേരത്തെ അറിയിച്ചിരുന്നതുപോലെ ഗവൺമെന്റ് അതോറിറ്റീസിന്റെ റെസ്ട്രിക്ഷൻ ഉള്ളതുകൊണ്ട് വളരെ ചുരുങ്ങിയ ആളുകൾക്കും ഭവനാംഗങ്ങൾക്കും മാത്രമേ പങ്കെടുക്കാനായിട്ട് സാധിച്ചുള്ളൂ. എങ്കിലും പ്രിയപ്പെട്ട അങ്കിളുടെ ധന്യമായ ജീവിതത്തെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. പ്രിയ ആന്റിയും മക്കളെയും നമ്മുടെ പ്രാർത്ഥനയിൽ ഓർക്കണമേ എന്ന് സ്നേഹത്തോടെ ഓർപ്പിക്കുന്നു. നമ്മുടെ ഇടവകയെ സംബന്ധിച്ചൊരു വലിയ നഷ്ടമാണ് പ്രിയപ്പെട്ട അങ്കിളുടെ വേർപാട്. ഇടവകയുടെ എല്ലാ കാര്യങ്ങളിലും വളരെ സ്നേഹത്തിൽ ഇടപെട്ടിരുന്ന പ്രിയ പിതാവിന്റെ വേർപാട് നമുക്ക് വലിയ നഷ്ടമാണ്. എങ്കിലും കർത്താവിന്റെ പ്രത്യക്ഷതയെങ്കിൽ പ്രിയ അങ്കിളിനെ നമുക്ക് മുഖാമുഖം കണ്ട ദൈവത്തെ ആരാധിക്കാം എന്ന ഉറപ്പിലെ പ്രത്യാശയിൽ നമുക്കായിരിക്കാം. ആ കുടുംബത്തോടുള്ള വലിയ സ്നേഹവും വലിയ അനുശോചനവും അതിലുപരിയായി സ്വർഗീയമായ പ്രത്യാശയും ദൈവം നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നു. ഒരിക്കൽ കൂടെ നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദിയെ അറിയിക്കുന്നു. ആരാധനയിൽ പങ്കെടുക്കുന്നതിനുള്ള നന്ദി പ്രത്യേകമായിട്ട് അറിയിക്കുന്നു. നിങ്ങൾ എല്ലാവരും സന്തോഷത്തിലും സുഖത്തിലും നിങ്ങളുടെ ഭവനങ്ങളിലായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഈ പ്രതിസന്ധി വളരെ പെട്ടെന്ന് അതിജീവിപ്പാൻ നമുക്ക് ഇടയാകട്ടെ എന്ന് ഒരിക്കൽ കൂടെ പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് തമിഴ്നാട്ടിൽ നിന്ന് ലഭിക്കുന്ന മദ്രാസിൽ നിന്ന് ലഭിക്കുന്ന വാർത്തകളൊക്കെ നമുക്ക് അത്ര ശുഭകരമല്ല. എങ്കിലും ഈ പ്രതിസന്ധിയും നമുക്ക് നാളെ അതിജീവിക്കാന്നുള്ളതായ വലിയ ഉറപ്പുണ്ട്. ആ പ്രത്യാശ നമുക്കായിരിക്കാം. നമ്മുടെ പ്രാർത്ഥനാ വിഷയങ്ങളെ ദൈവസ്ഥാനത്തിൽ സമർപ്പിച്ച് തുടർന്നും ഒരുക്കത്തോട് പ്രാർത്ഥനയോടും കൂടി ആയിരിക്കാൻ ദൈവം നമ്മളെ ഇടയാക്കട്ടെ. ദൈവത്തിന്റെ എല്ലാ നന്മകളും അനുഗ്രഹങ്ങളും വരുന്ന ആഴ്ചയിൽ നമുക്ക് എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. താങ്ക് യു.